ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലീ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. صدق الله. സമാദരണീയരായ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഭിവന്യരായ നേതാക്കളെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നാട്ടിലും മറനാട്ടിലുമായിക്കൊണ്ട് ASRന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ പ്രവർത്തകരെ, മൊബൈൽ റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്തോടുകൂടെ വിശുദ്ധ റമദാനിൽ പുണ്യം നിറഞ്ഞൊരു ദിവസത്തിൽ ഒത്തുകൂടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അള്ളാഹു ഇത് സ്വീകരിക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട KSRന്റെ നല്ലവരായ പ്രവർത്തകന്മാർ, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ നല്ല ലക്ഷ്യങ്ങളൊക്കെ അള്ളാഹുവെ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. പ്രയാസങ്ങൾ അകറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഈ ക്ലാസ് റൂമിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ ആളുകൾ അള്ളാഹുവെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ആളുകളാണ് നിങ്ങൾ. അവരുമായിട്ട് കാണാത്ത ഒട്ടേറെ ആളുകളുണ്ട്. അള്ളാഹുവിന്റെ നിന്റെ ദീനിന്റെ വിഷയത്തിൽ മാത്രമാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം. ഈ ബന്ധം നീ നിലനിർത്തി തരണേ റഹ്മാനെ. മഹത്തുക്കളായ ബദരീങ്ങളോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ ഞങ്ങൾക്കും അവർക്കും നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെയും അവരുടെയും നീറുന്ന നൂറുകണക്കിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം നീ പരിഹരിക്കണേ റഹ്മാനെ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിഹഖി നബിയിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, പരിശുദ്ധമായ റമദാനിൽ ബാബ് റയ്യാൻ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന നമ്മുടെ ക്ലാസ് റൂമിന്റെ പ്രിയങ്കരനായ അമീർ ഇരിങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള ആളുകൾ അറിയിച്ചപ്പോൾ വലിയ താല്പര്യത്തോടുകൂടെയാണ് ഇന്നലെ ഞാൻ ക്ലാസ് ഏറ്റിരുന്നു. പക്ഷേ ഇന്നലെ ചില സാങ്കേതികമായ, ശാരീരികമായ ചില പ്രശ്നങ്ങൾ കാരണം പങ്കെടുക്കാൻ കഴിയാത്തതിൽ വിഷമമുണ്ടായിരുന്നു. നോമ്പിന് മുമ്പ് തുടങ്ങിയൊരു പനി. ഏതായാലും അൽഹംദുലില്ലാ നിങ്ങളൊക്കെ ദുആ കൊണ്ട് ഇപ്പോൾ ഏകദേശമൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും വലിയ താല്പര്യമുണ്ട്. കാരണം എന്നും അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നതിൽ വലിയ പ്രവർത്തനം കാഴ്ചവെക്കുന്ന വിഭാഗമാണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം പ്രവർത്തകന്മാർ. അവരൊരു കാര്യം പറയുമ്പോൾ അത് ഏറ്റെടുക്കുക എന്നുള്ളത് വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത്, വലിയ അനുഗ്രഹമായിട്ടാണ് അതിനെ കാണുന്നത്. കാരണം നമ്മളൊക്കെ പ്രവർത്തിക്കുന്നതിന്റെ 10 മടങ്ങ് അതിലേറെ കഠിനാധ്വാനമാണ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി KSRന്റെ പ്രവർത്തകന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ നേരം പറയാൻ പറ്റിയ സാഹചര്യം, സമയമല്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. ഒന്ന്, നമ്മളെ മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്റർ നിങ്ങൾക്ക് അറിയുന്നത് പോലെ നമ്മുടെയൊക്കെ വലിയ അഭിലാഷമായിരുന്ന, സ്വപ്ന പദ്ധതിയായിരുന്ന ഇസ്ലാമിക് സെന്റർ അൽഹംദുലില്ലാ അത് പൂർത്തീകരിക്കപ്പെട്ടു. അതിന്റെ ഹിഫ്ദുൽ ഖുർആൻ അക്കാദമിയുടെ ഉദ്ഘാടനമാണ് വരുന്ന ശനിയാഴ്ച പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് നിർവഹിക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ നാളെ പകലൊക്കെ തിരക്കുള്ളത് കൊണ്ട് കൂടുതൽ നീട്ടി ഇപ്പോൾ തന്നെ ഇവിടുത്തെ സമയം 11:30 കഴിഞ്ഞ സ്ഥിതിക്ക് നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമായതുകൊണ്ട്, ബദരീങ്ങളെ അനുസ്മരിക്കുന്ന നല്ലൊരു ദിവസമായതുകൊണ്ട് ഈ പരിശുദ്ധമായ സംരംഭത്തിലൊന്ന് പങ്കെടുക്കുക,
ദീനീയായ കാര്യങ്ങൾ അല്പമൊന്ന് പറയുക എന്ന താല്പര്യത്തിൽ മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അള്ളാഹു നമ്മുടെ ജിദ്ദുമ്മത്ത് സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ബദർ നമ്മളൊക്കെ അറിഞ്ഞതുപോലെ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ഒട്ടേറെ ബദറിനെ കുറിച്ച് നാം കേട്ടിരിക്കും, അറിഞ്ഞിരിക്കും, പലപ്പോഴും നാം അറിഞ്ഞിരിക്കും. ബദർ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നൊരു യുദ്ധത്തെക്കുറിച്ചാണ്. സത്യത്തിൽ ബദർ ഒരു യുദ്ധമായിരുന്നില്ല. ബദർ ഒരു യുദ്ധമായിരുന്നില്ല, മറിച്ച് സഹാബത്തിന്റെ ആത്മസമർപ്പണത്തിന്റെ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അവർ ജീവിതം സമർപ്പിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു പരിശുദ്ധമായ ബദർ. ഒരു യുദ്ധ കൊതിയന്മാരായിരുന്നില്ല മുസ്ലിമീങ്ങൾ. ഒരിക്കലും അങ്ങനെ ഇസ്ലാമിൽ കൊതിച്ചുകൊണ്ട് യുദ്ധമുണ്ടായിട്ടില്ല. അനിവാര്യതയുടെ ഭാഗമായിക്കൊണ്ട്, പ്രതിരോധത്തിന്റെ ഭാഗമായിക്കൊണ്ട് പല സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും യുദ്ധമായി മാറിയിട്ടുണ്ടായേക്കാം. എന്നല്ലാതെ ഒരു യുദ്ധക്കൊതിയോടുകൂടെ ഇസ്ലാമിൽ യുദ്ധമുണ്ടതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഇസ്ലാമിൽ യുദ്ധം ഒരു ക്രൂരമായ കൊലയുടെ മാർഗമായിട്ടല്ല ഇസ്ലാം യുദ്ധത്തെ കണ്ടിട്ടുള്ളത്. പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിരോധം മാത്രമായി. ഇസ്ലാമിലെ യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആർക്കും ആ കാര്യം ബോധ്യപ്പെടാൻ കഴിയുന്ന ഒരു നഗ്നസത്യമാണ്. ഇസ്ലാമിലെ യുദ്ധങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായ യുദ്ധങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏകദേശം 60 യുദ്ധങ്ങളാണ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുക്കാത്ത യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവിടുന്ന് പങ്കെടുത്ത യുദ്ധങ്ങൾ 27 യുദ്ധങ്ങളാണുള്ളത്. മൊത്തം 87 യുദ്ധങ്ങളാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 87 യുദ്ധങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇത്ര യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നാം പരിശോധിക്കുമ്പോൾ 1018 പേർ മാത്രമാണ് വധിക്കപ്പെട്ടിട്ടുള്ളത്. മുസ്ലിം പക്ഷത്തുനിന്നായാലും ശത്രുപക്ഷത്തുനിന്നായാലും മുസ്ലിം പക്ഷത്തുനിന്ന് ആകെ 259 ആളുകൾ, കേവലം 289 ആളുകൾ മാത്രമേ മുസ്ലിം പക്ഷത്ത് മരണപ്പെട്ടിട്ടുള്ളൂ. ശത്രുക്കളുടെ പക്ഷത്തുനിന്നാണെങ്കിൽ 759. ഇങ്ങനെ 1018 പേർ മാത്രമാണ് ഈ 87 യുദ്ധത്തിൽ വധിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മുടെ നാട്ടിലൊക്കെ ഒരു രാഷ്ട്രീയ സംഘടനമുണ്ടായാൽ ഇതിലേറെ ആളുകളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ, മറ്റുള്ള ശത്രുതയുണ്ടാകുമ്പോൾ, ഈ അടുത്തുണ്ടായ സൗദിയിലായാലും മറ്റു പല രാജ്യങ്ങളിലായും ഉണ്ടായ പല സംഘടനകളിലൊക്കെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ഇറാഖിലുണ്ടായത്, അഫ്ഗാനിലുണ്ടായത്, ഫലസ്തീനിലുണ്ടായത്, ഇവിടത്തേക്ക് നമ്മൾ പഠിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ്. ഇന്ത്യയിലെ ഗുജറാത്തിലുണ്ടായ കലാപത്തിൽ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് വധിക്കപ്പെട്ടത്. എന്നാൽ ഇസ്ലാം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ 87 യുദ്ധമുണ്ടായിട്ട് ആകെ മരണപ്പെടുന്നത്, വധിക്കപ്പെടുന്നത് 1018 പേർ മാത്രമാണ്. ശത്രുപക്ഷത്തുനിന്ന് വധിക്കപ്പെടുന്നത്, കൊല ചെയ്യപ്പെടുന്നത് കേവലം 759. നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ആ ഒരൊറ്റ യുദ്ധത്തിൽ തന്നെ മരണപ്പെട്ടവർ 64 ലക്ഷം ആളുകളാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒരൊറ്റ യുദ്ധത്തിൽ 64 ലക്ഷം ആളുകൾ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 35 ദശലക്ഷം ആളുകളാണ് രണ്ടാം മഹാലോക യുദ്ധത്തിൽ മരണപ്പെട്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഈ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാനുള്ള യുദ്ധമായിരുന്നില്ല, മറിച്ച് അനിവാര്യതയുടെ ഭാഗമായി ഉണ്ടായ ചില പ്രതിരോധങ്ങൾ, ചില അനിവാര്യ സംഘടനകൾ മാത്രമാണ് ബദർ ഉൾപ്പെടെയുള്ള യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുന്ന ആർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് തന്നെ ആഗ്രഹിച്ചുകൊണ്ടുണ്ടായതല്ല, മറിച്ച് അനിവാര്യതയുടെ ഭാഗമായിട്ടുണ്ടായതാണ്. ബദറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബദറിലേക്ക് നയിച്ച ചരിത്രങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. കേവലം അവിടെ ഉണ്ടായ ഒരു യുദ്ധത്തെക്കുറിച്ച് മാത്രമല്ല, എന്തായിരുന്നു ബദറിലേക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബദറിലേക്ക് നയിച്ചതിന്റെ പിന്നിലെ ചെയ്ത വികാരം എന്തായിരുന്നു നമ്മൾ അറിയേണ്ടതുണ്ട്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയം, തന്റെ നാട്ടിൽ, തന്റെ കുടുംബത്തിന്റെ ഇടയിൽ, തനിക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കിടയിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവനായി, എല്ലാവരുടെയും വിശ്വസ്തനായി മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായി. സത്യം തുറന്നു പറഞ്ഞു എന്നൊരൊറ്റ കാരണത്തിന്റെ പേരിൽ.
അള്ളാഹുവിനല്ലാതെ ആരാധിക്കപ്പെടാൻ ലോകത്തൊരു ശക്തിയുമില്ല, ഒരു വ്യക്തിയുമില്ല എന്നുള്ള സത്യസന്ധമായ തൗഹീദിന്റെ സന്ദേശം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്നൊരൊറ്റ കാരണത്താൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു, ക്രൂരമായി പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹിച്ച ത്യാഗങ്ങൾ, അവിടുത്തെയുടെ അനുയായികൾ സഹിച്ച ത്യാഗങ്ങൾ അവർണ്ണനീയമാണ്. ഒരു ചരിത്രകാരനോ ഒരു പ്രഭാഷകനോ വർണ്ണിക്കാൻ കഴിയാത്ത വിധം ക്രൂരമായിരുന്നു മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അനുഭവിച്ച പീഡനങ്ങൾ, പ്രയാസങ്ങൾ, അവിടുത്തെ വിഷമങ്ങളൊക്കെ വർണ്ണിക്കാൻ കഴിയാത്തത്രത്തോളമായിരുന്നു. അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ പോലും സ്വതന്ത്രമായി മനസമാധാനത്തോടുകൂടെ ഇബാദത്ത് ചെയ്യാൻ കഴിയാത്ത പ്രയാസത്തിലായിരുന്നു പ്രവാചകർ പ്രഭു നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യം പ്രവാചകന്റെ കൂടെയാണെന്ന് മനസ്സിലാക്കി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായിയാകാൻ കൊതിച്ചപ്പോൾ ആളുകൾ അത് പരസ്യപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായിയാണെന്ന് പറഞ്ഞാൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്ന അവസ്ഥ. എന്തിനേറെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് പോലും, തന്നെ സംരക്ഷിക്കേണ്ട ആളുകൾ പോലും, തന്നെ ഏറ്റെടുക്കേണ്ട ആളുകൾ പോലും ശത്രുക്കൾ തന്നെ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ തനിക്ക് വേണ്ടുന്ന സഹായങ്ങളും സഹകരണങ്ങളും തനിക്ക് വേണ്ടുന്ന അഭയം നൽകേണ്ട ആളുകൾ പോലും മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്രൂരമായി മർദ്ദിച്ച ചരിത്രമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. എന്തിനേറെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരനാണല്ലോ അബൂ ലഹബ്. അദ്ദേഹത്തിന്റെ ഭാര്യയുമൊക്കെ പ്രവാചകനെ വേദനിപ്പിച്ച വേദനകൾ എത്രയാണ്, പ്രയാസങ്ങൾ എത്രയാണ്, വിഷമങ്ങൾ എത്രയാണ്, വർണ്ണിക്കാൻ കഴിയില്ലല്ലോ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന ആയത്തിറങ്ങിയ സമയം ചരിത്രത്തിൽ കാണാം. വലമ്മാ നസറത് ഹാദിഹി സൂറ അല്ലത്തി ഹിയ തബ്ബത് യദാ അബീ ലഹബിൻ, തബ്ബത് യദാ അബീ ലഹബിൻ എന്ന ആ ആയത്തിറങ്ങിയ സമയത്ത് കാല അബൂ ലഹബിൻ ഇബ്നിഹി, അബൂ ലഹബ് തന്റെ മകനായ ഉത്ബയെയും അതോടൊപ്പം തന്നെ മറ്റൊരു മകനായ ഉത്തൈബയെയും രണ്ടുപേരെയും വിളിച്ചു. രണ്ടുപേരും കല്യാണം കഴിച്ചിരുന്നത് മഹാനായ മുത്തനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയായിരുന്നു. ഉത്തൈബയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഉടൻ തന്നെ മുഹമ്മദിന്റെ മോളെ തലാക്ക് ചൊല്ലിയിരിക്കണം. മുഹമ്മദിന്റെ മോളെ വെച്ചുകൊണ്ട് എന്റെ വീട്ടിൽ താമസിക്കുന്ന നിനക്ക് നിഷിദ്ധമാണ്, ഹറാമാണ്. ഒന്നുകിൽ തലാക്ക് ചെല്ലണം, അതല്ലെങ്കിൽ എന്റെ വീട്ടിൽ താമസിക്കാൻ പാടില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഠിന ശത്രുവായ അബൂ ലഹബ് പറഞ്ഞപ്പോ മകൻ പിതാവിന്റെ വാക്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. വന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ ആക്ഷേപിക്കുന്നു, ചീത്ത പറയുന്നു, കുറ്റപ്പെടുത്തുന്നു, പരിഹസിക്കുന്നു, കളിയാക്കുന്നു. കലി തീരാനിട്ട് അദ്ദേഹം ചരിത്രം രേഖപ്പെടുത്തുന്നു. സുമ്മ ബസഖ ഫീ വജ്ഹിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മുഖത്ത് അദ്ദേഹം തുപ്പുകയാണ്, കാർക്കിച്ചു തുപ്പുകയാണ്. വറദ്ദ അലൈഹി ഇബ്നതഹു വതല്ലഖഹ, തന്റെ പ്രിയപ്പെട്ട മകളെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളെ പ്രവാചകനിലേക്ക് അതാ തട്ടിയിടുകയാണ്. എന്നിട്ട് മോളെ തലാക്ക് ചെല്ലുകയാണ്. പ്രവാചകന്റെ വസ്ത്രം പിടിച്ച് കീറുകയാണ്. പുണ്യനബിയുടെ പരിശുദ്ധമായ പൂമുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ വേദനിച്ച രംഗമായിരുന്നു. സ്വന്തം മരുമകനിൽ നിന്ന് ഇത്രത്തോളം ക്രൂരമായ, പരിഹാസ്യമായ, വിഷമകരമായ ഈ ധിക്കാരപരമായ നിലപാട് മുത്തുനബിയെ വല്ലാതെ വേദനിപ്പിച്ചുപോയി. തന്റെ മകളെ തലാക്ക് ചൊല്ലിയെന്ന് മാത്രമല്ല, തന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്നു, തന്നെ ആക്ഷേപിക്കുന്നു, തന്നെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദന കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ബഅസ് അലൈഹി ഖൽബൻ മിൻ കിലാബിക, അല്ലാഹുവേ ഈ ഉത്തൈബയെ നിന്റെ ഒരു പിടിമൃഗത്തെ കൊണ്ട് നീ അവനെ നീ പരാജയപ്പെടുത്തണേ, അവന്റെ മേൽ നീ ഒരു പിടിമൃഗത്തെ അയക്കണേ അല്ലാ എന്ന് പറഞ്ഞ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദന കൊണ്ട് ദുആ ചെയ്തു പോയി. ചരിത്രം രേഖപ്പെടുന്ന കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്ന സമയത്ത് വക്കാൻ അബൂ താലിബിൻ ഹാദിറ, അബൂ താലിബ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അബൂ താലിബ് ഇത് കണ്ടു, ഇത് കേട്ടു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തൈബക്കെതിരെ ദുആ ചെയ്യുന്ന രംഗം, ആ പ്രാർത്ഥന അബൂ താലിബ് കേൾക്കുകയാണ്. അങ്ങനെ ഉത്തൈബ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിന്ന് തിരിച്ചു പോന്നു.
നേരെ അബൂലഹബിന്റെ അടുക്കലേക്ക് ചെന്നു. ഫറജഅ ഉതൈബ ഇലാ അബീഹി അബീ ലഹബ് ഫഅഖ്ബറഹു ബിദാലിക. പിതാവിനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ പോയി തലാക്ക് ചൊല്ലി, അദ്ദേഹത്തിന്റെ മുഖത്തെ കാർക്കിച്ച് തുപ്പി, അദ്ദേഹം എനിക്കെതിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരു പിടിമൃഗത്തെ കൊണ്ട് എന്നെ കൊല ചെയ്യപ്പെടുമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ അബൂലഹബ് പേടിച്ചുപോയി. അബൂലഹബ് മോനോട് പറഞ്ഞു, മോനെ എങ്കിൽ ശ്രദ്ധിക്കണം, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടക്കുക തന്നെ ചെയ്യും. പിന്നീട് അബൂലഹബ് എവിടേക്ക് പുറത്തിറങ്ങുമ്പോഴും തന്റെ കൂടെ തന്റെ മകനെ കൊണ്ടുപോവുകയും വളരെ ശ്രദ്ധയോടുകൂടെയാണ് ഇവിടേക്കും ഇറങ്ങിയിരുന്നത്. അങ്ങനെ ഇരിക്കെ സുമ്മ ഖറജഹു അബൂഹു ഇല ഷാം ഫീ ജമാഅ. അബൂലഹബും തന്റെ മകൻ ഉതൈബയും കൂടി ഷാമിലേക്ക് ഒരു കച്ചവടത്തിന് വേണ്ടി ഒരു സംഘത്തിലായിട്ട് യാത്ര പോവുകയാണ്. ഫനസലൂ. അങ്ങനെ യാത്ര മധ്യേ അവരൊരു സ്ഥലത്തിറങ്ങി. ആ നാട്ടിലൊട്ടേറെ പിടിമൃഗങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ആ സമയം അബൂലഹബിന്റെ മനസ്സാകെ വേദനിച്ചുപോയി, പേടിച്ചുപോയി. കാരണം അബൂലഹബിന്റെ മനസ്സിൽ എപ്പോഴുമുള്ള ചിന്തയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടല്ലോ, മുഹമ്മദ് അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഫലിക്കുമെന്ന് ഉറച്ച വിശ്വാസക്കാരനായിരുന്നു അബൂലഹബ്. അതുകൊണ്ട് അബൂലഹബ് തന്റെ അനുയായികളൊക്കെ വിളിച്ച്, കൂടെയുള്ളവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഫഖാല അബൂലഹബ് ലി അസ്ഹാബിഹി ഇന്നക്കും ഖദ് അറഫ്തും നസ്ബി വഹ്ബി. അബൂലഹബ് തന്റെ കൂടെയുള്ളവർ പറഞ്ഞു, എന്റെ തറവാടും എന്റെ സ്ഥാനമൊക്കെ നിങ്ങൾക്കറിയുമല്ലോ. ഫഖാലു അജൽ യാ അബാ ലഹബ്, അത് ഞങ്ങൾക്കറിയാം, താങ്കളുടെ സ്ഥാനമറിയാം, താങ്കളുടെ മഹത്വമറിയാം, താങ്കളുടെ തറവാടറിയാം. ഫഖാല, അപ്പൊ അബൂലഹബ് പറഞ്ഞു, അഈനൂനാ യാ മഅ്ശറ ഖുറൈശ് ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ നിങ്ങൾ എന്നെ സഹായിക്കണം, എന്റെ പ്രിയപ്പെട്ട മോനെയും സഹായിക്കണം. ഫഇന്നി അഖാഫു അലാ ഇബ്നി ദഅവത മുഹമ്മദ്, എന്റെ മകനിക്കെതിരിൽ മുഹമ്മദ് മുമ്പൊരിക്കൽ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. ആ പ്രാർത്ഥന ഫലിക്കുമോ എന്നുള്ള ആശങ്കയിലും ഭീതിയിലുമാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ട് എന്റെ മകനിക്ക് അത്തരത്തിലുള്ള ഭയാനകരമായ ബീഭത്സകരമായ പ്രയാസങ്ങൾ വരുന്നതിന് തൊട്ട് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അബൂലഹബ് കൂടെയുള്ളവരോട് പറഞ്ഞപ്പോൾ കൂടെയുള്ളവരൊക്കെ അബൂലഹബിനെയും ഉതൈബയെയും സംരക്ഷിക്കാൻ വേണ്ടി ടെന്റ് കെട്ടുകയും ആ ടെന്റിന്റെ ചുറ്റുഭാഗത്തും അവരുടെ കച്ചവട ചരക്കുകളെ കൊണ്ട് വളരെ സുരക്ഷിതമാക്കി മാറ്റുകയും ഉതൈബയെ മധ്യത്തിൽ കിടത്തിക്കൊണ്ട് ചുറ്റുഭാഗത്തും അവർ കിടക്കുകയും ചെയ്യുകയാണ്. എല്ലാവരും ഒരുമിച്ചുകൂടി ഉതൈബയെ മധ്യത്തിൽ കിടത്തി. യാതൊരു പിടിമൃഗത്തിനും അതിന്റെ ഉള്ളിൽ കയറി വരാൻ പറ്റാത്ത വിധത്തിൽ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് അന്നത്തെ രാത്രി കിടന്നിറങ്ങി. പക്ഷേ മുത്തുനബിയുടെ പ്രാർത്ഥനയാണല്ലോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയാണല്ലോ, ഒരിക്കലും നഷ്ടപ്പെടില്ലല്ലോ, ഒരിക്കലും അത് ഫലിക്കാതിരിക്കില്ലല്ലോ. രാത്രി അല്പസമയം കഴിഞ്ഞപ്പോൾ ഫജാ അൽ അസദ്, ഒരു സിംഹമത അബൂലഹബും മുത്തൈബയും കിടക്കുന്ന ടെന്റിലേക്ക്, യാതൊരു വഴിയുമില്ലാത്ത ടെന്റിലേക്ക് കടന്നു വരാൻ യാതൊരു കവാടവുമില്ല. അവിടെ എല്ലാ വാതിലുകളും അടക്കപ്പെട്ടിട്ടുണ്ട്, എല്ലാ വഴികളും അടക്കപ്പെട്ടിട്ടുണ്ട്, എല്ലാ പഴുതുകളും അടക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏത് വഴിയിലൂടെയാണ് വന്നൊരാൾക്കും പറയാൻ കഴിയുന്നില്ല. ഒരു സിംഹം ആ ടെന്റിനുള്ളിൽ കയറിപ്പെടുകയാണ്. ചുറ്റുഭാഗത്തും ആളുകൾ കിടക്കുന്നുണ്ട്, ആരെയും ആ സിംഹം ഒന്നും ചെയ്യുന്നില്ല. നേരെ മധ്യത്തിൽ വന്ന് അബൂലഹബിന്റെ പ്രിയപ്പെട്ട മകൻ ഉതൈബയെ മർദ്ദിക്കുകയാണ്. ക്രൂരമായി മർദ്ദിക്കുന്നു, അടിക്കുന്നു. അവസാനം ആ സിംഹം ഫഖത്തലഹു, അബൂലഹബിന്റെ മകനെ കൊല ചെയ്യുകയാണ്. അബൂലഹബിന്റെ മകൻ വഴിയിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ചരിത്രത്തിന്റെ ഒട്ടേറെ ഗ്രന്ഥങ്ങളിൽ സീറത്തുൽ ഹലബിയെ പോലെയുള്ള ഒട്ടേറെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ചാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമല്ല, അവിടുത്തെ അനുയായികൾ, അവിടുത്തെ സ്നേഹിച്ച ആളുകളൊക്കെ അനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും ഒരിക്കലും വർണ്ണിക്കാൻ സാധ്യമല്ല. അവർണ്ണനീയമായ മർദ്ദനങ്ങൾക്ക് അവർ വിധേയരായി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായിരുന്ന യാസർ, അദ്ദേഹത്തിന്റെ ഭാര്യ സുമയ്യ, മക്കളായ അമ്മാർ, അബ്ദുള്ള, ഇവരൊക്കെ അനുഭവിച്ച പീഡനങ്ങൾ ചരിത്രത്തിന്റെ താളുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മഹാനായ യാസർ റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ പീഡനത്താൽ കൊല ചെയ്യപ്പെട്ടുപോയി. തന്റെ പ്രിയപ്പെട്ട ഭാര്യ സുമയ്യയെ അബൂജഹൽ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കി. ചുട്ടുപൊടുത്ത മണൽ പരപ്പിൽ വിവസ്ത്രനാക്കി കിടത്തിയും ദാഹിച്ച് തൊണ്ട വരളുമ്പോഴും വിശപ്പ് കൊണ്ട് വയറിരിയുമ്പോഴും അന്നപാനീയങ്ങൾ നിഷേധിച്ചും തീ കൊണ്ട് പൊള്ളിച്ചും കൊടും ചൂടിൽ ലോഹനിർമ്മിത അങ്കണിയിച്ചും അമ്മാറിനെ പീഡിപ്പിച്ചു. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്
മഹാനായ യാസർ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ ഈ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായി. ഇങ്ങനെ ചരിത്രത്തിൽ നോക്കിയ ഒട്ടേറെ ആളുകൾ, ഉമ്മു അൻമാറിന്റെ അടിമയായിരുന്ന ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു അടിമയായിരുന്നു. ഉമ്മു അൻമാർ എന്ന് പറയുന്ന ഭിക്കാരിയുടെ കീഴിലായിരുന്നു അദ്ദേഹം അടിമത്തം അനുഭവിച്ചിരുന്നത്. ഹബ്ബാബ് റളിയല്ലാഹു എന്ന് പറയുന്ന ചരിത്രത്തിൽ കാണാം, ഹബ്ബാബ് റളിയല്ലാഹു പറയാണ്, എന്റെ മുതുകിൽ ശത്രുക്കൾ തീ വെക്കാറുണ്ട്. മുതുകിൽ നിന്ന് തിളച്ചൊരുകൊലിക്കുന്ന ദ്രവം എന്റെ ശരീരത്തിലൂടെ ഈ തീയിന്റെ കാഠിന്യം കൊണ്ട് ഒലിച്ചൊഴുകാറുണ്ട്. പലപ്പോഴും പ്രവാചകന്റെ വാക്ക് ഞാൻ ഉച്ചരിച്ചിരുന്ന കാരണത്താൽ എന്റെ തലയിൽ ശക്തമായി പഴുപ്പിച്ച കമ്പി കൊണ്ട് നടിക്കാറുണ്ട്. ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സംസാരിക്കുന്നത് ഉമ്മു അൻമാർ എന്ന് പറയുന്ന തന്റെ യജമാനത്തെ കണ്ടപ്പോൾ ആൾ വിവേകം നഷ്ടപ്പെടുകയാണ്. കൊല്ലപ്പണിക്കാരനായിരുന്ന ഹബ്ബാബിന്റെ ഊലയിൽ നിന്ന് ചുട്ടുപടുത്ത് എരിമ്പെടുത്തുകൊണ്ട് ഹബ്ബാബിന്റെ ശിരസിൽ വെച്ച് ആ തലയിൽ നിന്ന് പുക പൊങ്ങി. ഹബ്ബാബ് ബോധരഹിതനായി വീണു. ഇത് കണ്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദന കൊണ്ട്, പ്രയാസം കൊണ്ട് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുവേ ഹബ്ബാബിന് നീ സുഖം നൽകണേ അല്ലാഹ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ അല്ലാഹു സ്വീകരിക്കുകയാണ്. ഉമ്മു അൻമാർ അല്ലാഹു പരീക്ഷണം കൊടുത്തു. തന്റെ തലയിൽ വലിയൊരു അസുഖം അല്ലാഹു കൊടുക്കുകയാണ്. ആ അസുഖമുണ്ടായെന്ന് മാത്രമല്ല, വലിയൊരു വേദനയായിരുന്നു. വേദനയുടെ കാഠിന്യത്താൽ പട്ടിയെപ്പോലെ ഉമ്മു അൻമാർ മോങ്ങുമായിരുന്നു. ആ സമയത്ത് ഉമ്മു അൻമാറിന് ഒരൽപ്പം സമാധാനം കിട്ടണമെങ്കിൽ തന്റെ തലയിൽ ആരെങ്കിലും ഒന്ന് അടിക്കണം. ആ ജോലി പിന്നീട് കിട്ടിയത് ഹബ്ബാബിനായിരുന്നു. ഹബ്ബാബിനടിച്ച ഉമ്മു അൻമാറിന് തന്റെ അടിമയുടെ കൈകൊണ്ട് അടികൊള്ളേണ്ട ഒരു ഗതികേട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കൊണ്ടുണ്ടായി. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുയായികളും മക്കയിൽ നിന്ന് അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചാണ്. ഈ പീഡനങ്ങളും പ്രയാസങ്ങളും എന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് തായിഫിലേക്ക് യാത്ര പോയത്. ചരിത്രത്തിൽ കാണാം, തന്റെ കുടുംബം, തന്റെ ഉമ്മയുടെ വീട്ടുകാർ അവിടെയുണ്ടല്ലോ, അവർ തന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ, അവർ തന്നെ രക്ഷിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹുവിനെ കൂട്ടിക്കൊണ്ട്, സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹുവിനെ കൂട്ടിക്കൊണ്ട് പ്രശുദ്ധമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിലേക്ക് പോയി. പക്ഷേ തായിഫിൽ പോയപ്പോഴും രക്ഷയുണ്ടായിരുന്നില്ല. അവിടെയും തന്നെ എല്ലാ നിലക്കും സഹായിക്കേണ്ട തന്റെ കുടുംബങ്ങൾ, തന്റെ ഉമ്മയുടെ വീട്ടുകാർ, അവരും ക്രൂരമായി മർദ്ദിച്ചു എന്ന് മാത്രമല്ല, അവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഖുർജ് മിൻ ബലദിന, ഞങ്ങളെ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോയിക്കൊള്ളണം. പോണെന്ന് പറഞ്ഞ് ആട്ടിവിട്ടു എന്ന് മാത്രമല്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറിയ കുട്ടികളെ കലിയിൽ കല്ലുകൾ കൊടുത്തുകൊണ്ട് പൊട്ടന്മാരും വിവേകം കുറഞ്ഞുമായ വിഡ്ഢികളുമായ ആളുകളുടെ കയ്യിലേക്ക് കല്ലുകൾ കൊടുത്തുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു. പ്രവാചകന്റെ കാലിന് രക്തം ചാലിട്ടൊഴുകി. തന്റെ കൂടെ ഉണ്ടായിരുന്ന സെയ്ദ് റളിയല്ലാഹുവിന്റെ തലപൊട്ടി, ചരിത്രം രേഖപ്പെടുത്താൻ സാധിക്കും, തലപൊട്ടി. പ്രവാചകൻ കരഞ്ഞുപോയ രംഗമായിരുന്നു. അപ്പോഴാണ് ഫറസല റബ്ബുഹു തബാറക വതആല ഇലൈഹി മലക്കുൽ ജിബാൽ, അല്ലാഹു തആല ഒരു മലക്കിനെ പറഞ്ഞയച്ചു, ഒരു മലക്കിനെ നിയോഗിച്ചു. ആ മലക്ക് വന്നുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങ് സമ്മതം തരികയാണെങ്കിൽ ഈ സമുദായത്തെ അങ്ങയെ എത്രത്തോളം വേദനിപ്പിച്ച, പ്രയാസപ്പെടുത്തിയ, അങ്ങയെ എത്രത്തോളം ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരാക്കിയ ഈ തായിഫുകാരെ നശിപ്പിക്കാൻ അള്ളാഹുവിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ട് പർവ്വതങ്ങൾ അവരുടെ ശിരസിന്റെ മുകളിലിടാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, ലഅല്ലല്ലാഹു യഖ്റുജു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുഹു ലാ യുശ്രികു ബിഹി ഷൈഅ, ഒരുപക്ഷേ ഇവരിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാവിയിലൂടെ മക്കളിലൂടെ ദീനിനെ ഉപകരിക്കുന്ന നല്ലവരായ ആളുകളെ, മുവഹ്ഹിദീങ്ങളായ ആളുകളെ അള്ളാഹു നൽകിയേക്കാം. അതുകൊണ്ട് ഒരിക്കലും അവരെ നശിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദന സഹിച്ചു. അങ്ങനെ തായിഫിൽ നിന്ന് രക്ഷയില്ലാത്ത പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, തായിഫിലേക്ക് സംഭവങ്ങൾ വളരെ വിശാലമാണ്, ഞാനതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ നിന്ന് രക്ഷയില്ല എന്നിട്ടാണ് അവസാനം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മക്കയോട് വിട പറഞ്ഞു പോകുന്നത്. മക്കയോടുള്ള വിട പറച്ചിലൊക്കെ വല്ലാത്തൊരു സംഭവമായിരുന്നു. ചരിത്രത്തിൽ കാണാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ്. മക്കയോട് വിട പറയുന്ന സമയത്ത് കഅബയുടെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കഅബമേ, നിന്നോട് വിട പറയാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. എന്റെ ഈ നാടിനോടെന്ന് മാത്രമല്ല, ഈ പരിശുദ്ധമായ ഭൂമിയോട്, ഈ ഹറമിനോട്, ഈ കഅബയോട് വിട പറയാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല.
കരഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. പ്രവാചകന്റെ കൂടെ പലപ്പോഴുമായിക്കൊണ്ട് ഒട്ടേറെ ആളുകൾ സ്വഹാബാക്കൾ മദീനയിലേക്ക് ഹിജ്റ പോയി. പക്ഷേ മദീനത്ത് മക്കയിൽ താമസിക്കുന്ന ബാക്കിയുള്ള മുസ്ലിമീങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അവരുടെ കുടുംബങ്ങൾക്ക്, അവരുടെ സമ്പത്തുകൾക്ക് നേരെയും ഇവരുടെ ആക്രമണം നടക്കുകയാണ്. സാമ്പത്തികമായി ഉപരോധങ്ങൾ നടപ്പിലാക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും തന്റെ അനുയായികളെയും ക്രൂരമായി മർദ്ദിച്ചു, അവരുടെ സമ്പത്തുകൾ കൊള്ളയടിച്ചു, അവരുടെ സഹോദരിമാരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ താമസിക്കുമ്പോൾ മക്കയിൽ നിന്ന് അബൂ സുഫിയാനും സംഘവും വലിയൊരു കച്ചവട സംഘമായി കൊണ്ട് ബദറിന്റെ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ടെന്നറിഞ്ഞപ്പോഴാണ് ആ കച്ചവട സംഘത്തെ പിടികൂടണമെന്ന ലക്ഷ്യത്തോടുകൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ബദറിലേക്ക് പുറപ്പെടുന്നത്. ഇങ്ങനെയാണ് ബദറിലേക്കുള്ള ചരിത്രമുണ്ടാകുന്നത്. അതല്ലാതെ ഒരു യുദ്ധം എന്ന യുദ്ധക്കൊതിയന്മാരായിട്ട് ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന ഒരു യുദ്ധക്കൊതിയോടുകൂടി ആയിരുന്നില്ല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ബദറിലേക്ക് പോയത്. ആ കച്ചവട സംഘത്തെ നിന്ന് പിടിച്ചെടുക്കാൻ, സാമ്പത്തിക ഉപരോധത്തിന്റെ പ്രയാസമൊന്ന് ബോധ്യപ്പെടുത്താൻ, സാമ്പത്തികമായി കൊണ്ട് കൊള്ളയടിക്കുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന, ആ വ്യക്തികൾക്കുണ്ടാകുന്ന പ്രയാസമെന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ആ അബൂ സുഫിയാന്റെ സംഘത്തെ പിടിച്ചുകൂട്ടാൻ വേണ്ടി അങ്ങനെയാണ് അവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പോകുന്നത്. ബദറിലേക്ക് പോകുന്ന രംഗമൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ചരിത്രം രേഖപ്പെടുത്തുന്നു, മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് മക്കയിൽ വലിയൊരു സംഭവം ഉണ്ടാകുന്നത്. എന്തായിരുന്ന സംഭവം? മഹതിയായ ആത്തിക്ക റളിയല്ലാഹു അൻഹ ഒരു സ്വപ്നം കാണുകയാണ്. ആത്തിക്ക റളിയല്ലാഹു സ്വപ്നം കണ്ടു. വഖദ് റഅത് ആത്തിക്കത്തു ബിൻത് അബ്ദുൽ മുത്തലിബ് ഖബ്ല ഖുദൂമി ലംലം മക്കത്ത് ബിസലാസ ലയാൽ. ലംലമിന്റെ സംഭവം ഉണ്ടാകുന്നതിന്റെ 3 ദിവസം മുമ്പ് ആത്തിക്ക റളിയല്ലാഹു അൻഹ ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം കണ്ടപ്പോൾ ഫബഅസത് ഇലാ അഖീഹ അൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, തന്റെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആത്തിക്ക റളിയല്ലാഹു അൻഹു ഫഖാലത്ത്, ആത്തിക്ക റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അഖീ വല്ലാഹി ലഖദ് റഅയ്തുൽ ലൈല റുഅയാ അഫ്ളഹ്തനി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ സ്വപ്നം വല്ലാതെ എന്നെ വിഷമിപ്പിക്കുന്നു, എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല തഖഫ്ഫത് അൻ യദ്ഖുല അലാ ഖൗമിക മിൻഹാ ശർറുൻ വ മുസീബ, ആ സ്വപ്നത്തിലൂടെ തന്റെ സമുദായത്തിന്റെ പേരിൽ, തന്റെ സമൂഹത്തിന്റെ പേരിൽ വലിയ മുസീബത്ത്, വലിയ ദുരന്തം വരുമെന്ന് ഞാൻ പേടിച്ചു പോകുന്നു. ഫക്തും അന്നീമ ഉഹദ്ദിസുക ബിഹി, അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സ്വപ്നം ഒരാളോടും പറഞ്ഞു കൊടുക്കരുത്. കാരണം മുഹമ്മദ് തന്നെ സ്വപ്നങ്ങൾ പറഞ്ഞു, മുഹമ്മദ് തന്നെ ആരും അറിയാത്ത കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞ് മുഹമ്മദിനെ നാട്ടിയോടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മളെയും കളിയാക്കപ്പെടും, പരിഹസിക്കപ്പെടും, നാട്ടിയോടിക്കപ്പെടും. അതുകൊണ്ട് ഈ സ്വപ്ന കഥ ആരോടും പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞ് ആത്തിക്ക റളിയല്ലാഹു അൻഹ മഹാനായ അബ്ബാസ് റളിയല്ലാഹുവിനോട് കഥ പറയുകയാണ്. അബ്ബാസ് റളിയല്ലാഹു ചോദിച്ചു, മാ റഅയ്തി, നീ എന്താണ് കണ്ടത്? ഖാലത്ത്, മഹദിറുൽ പറഞ്ഞു, റഅയ്തു റാകിബൻ അഖ്ബല ലാ ബഈരിൻ ലഹു അതാ വഖഫ ബിൽ അബ്തഹ്, ഇന്നലെ ഞാൻ കണ്ടത് ഒരു സഞ്ചാരി, ഒരു യാത്രക്കാരൻ, അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്ത് വരുന്നു, അബ്തഹിൽ വരുന്നു. സുമ്മ സറഹ ബിഅലാ സൗതിഹി, എന്നിട്ട് അദ്ദേഹം അത്യുച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, വലിയ ശബ്ദത്തോടുകൂടെ ഈ സഞ്ചാരി വിളിച്ചു കൂവുകയാണ്, ഓ വഞ്ചകന്മാരെ, നിങ്ങളെ നഷ്ടപ്പെട്ടു പോകാൻ, നിങ്ങളെ കൊല ചെയ്യപ്പെടാൻ ഇനി 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ, ഈ 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. മഹദിയായ ആത്തിക്ക റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനിങ്ങനെ നോക്കുമ്പോൾ ജനങ്ങളൊക്കെ ജിത്തമോ ഇലൈഹി, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരുമിച്ച് കൂടുന്നു. ആളുകളൊക്കെ ശബ്ദം കേട്ട് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. ഉടൻ തന്നെ ദഖല മസ്ജിദ്, അദ്ദേഹം പള്ളിയിൽ കയറി. വന്നാസ് യത്ബഊനഹു, ജനങ്ങളൊക്കെ അദ്ദേഹത്തിന് പിന്തുടരുകയാണ്. ഫബൈനമാഹും ഹൗലഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ ആളുകൾ കൂടിയിരിക്കെ അദ്ദേഹം പെട്ടത് ആ കഅബയുടെ മുകളിൽ കയറുകയാണ്. കഅബയുടെ മുകളിൽ കയറിയിട്ട് സുമ്മ സറഹ ബിൻസ്ലിഹ, കഅബയുടെ മുകളിൽ കയറിക്കൊണ്ട് അദ്ദേഹം പൊട്ടിക്കെറിഞ്ഞുകൊണ്ട് അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രം അദ്ദേഹം കീറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒട്ടകത്തിന്റെ ചെവിയെല്ലാം അദ്ദേഹം മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ അദ്ദേഹം വിളിച്ചു പറയുന്നു, അലാ ഇൻഫിറൂയ, അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ മരണത്തിന് ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നു. നേരെ ചെല്ലുന്ന റഅസ് അബി ഖുബൈസ്, അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറുന്നു. ഫസറഹ ബിസ്ലിഹ, അവിടുന്ന് ഇതുപോലെ അത്യുച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. സുമ്മ അഖദ സഖറതൻ ഫഅർസലഹ, എന്നിട്ട് അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അദ്ദേഹം ഒരു കല്ലെടുക്കുന്നു, ആ കല്ലിനെ താഴത്തേക്കിടുന്നു.
ആത്തിഖ് റളിയല്ലാഹു അൻഹു പറയാൻ ഫമാ ബഖിയ ബൈത്തുൻ മിൻ ബുയൂതി മക്ക വലാ ദാറുൻ ഇല്ലാ ദഖൽതുഹാ മിൻഹാ ഫലിക്കത്തുൻ. ആ പാറയിൽ നിന്നൊരു ചീള് എല്ലാ വീട്ടിലേക്കും, മക്കയിലുള്ള എല്ലാ വീട്ടിലേക്കും ഒരു ചീളെത്തുകയാണ്. ആ രീതിയിലൊരു കല്ല് അദ്ദേഹം അബൂ ഖുബൈസ് പർവ്വതത്തിന് മുകളിൽ നടുകയാണ്. ഇങ്ങനെയുള്ള ഒരു ഭയാനകരമായ ഭീകരമായ ആരെയും ഭീതിയിലായിരുന്നൊരു സ്വപ്നമാണ് ഞാൻ ഇന്നലെ കണ്ടത്. ഖാല അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, വല്ലാഹി ഇന്ന ഹാദിഹി ലറുയ, ഇത് വല്ലാത്തൊരു സ്വപ്നമാണ്, ഇത് വല്ലാത്തൊരു സ്വപ്നമാണ്. വഅൻതിഫഖ്തു ബിഹാ, അതുകൊണ്ട് അത്തിക്ക ഇതൊരാളോടും പറയരുത്, നീ മറച്ചു വെക്കണം. ഞാനൊരാളോട് ഇത് പറയില്ല. അത്തിക്ക റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും ഒരാളോട് പറയില്ല. പക്ഷെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞെങ്കിലും അബ്ബാസ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി. സുമ്മ ഖറജൽ അബ്ബാസ് ഫലഖിയൽ വലീദ് ബിൻ ഉത്ബത്ത് ബിൻ റബീഅ, അദ്ദേഹം വലീദിനെ കണ്ടുമുട്ടുകയാണ്. വലീദിനെ കണ്ടുമുട്ടിയപ്പോൾ വലീദിനോട് വകാന ലഹു സിദ്ദീഖ, വലീദ് അബ്ബാസിന്റെ കൂട്ടുകാരനും വിശ്വസ്തനുമായ ഒരാളായതുകൊണ്ട് വലീദിനോട് നിങ്ങൾ ആരോടും പറയരുത്, ഞങ്ങളോട് സ്വപ്നക്കഥ പറയാം എന്ന് പറഞ്ഞ് ഈ കഥ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അദ്ദേഹം പോയിട്ടോ ഫദക്റഹൽ വലീദുൽ അബീഹി, വലീദ് തന്റെ പിതാവിനോട് വിട്ട് സംഭവം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ആത്തിക്കൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഫഷൽ ഹദീസ് ബി മക്ക, ഈ സംഭവം നാട്ടിലാകെ പാട്ടായി, നാട്ടിലാകെ ചർച്ചയായി, എല്ലായിടത്തും ചർച്ചയായി. ആത്തിക്കയുടെ സ്വപ്നമായി എല്ലായിടത്തും തഹദ്ദസ് ബിഹി ഖുറൈശുൻ ഫി, അങ്ങാടിയിലും പള്ളിയിലും പരിശുദ്ധമായ മക്കയിലേക്കാകെ ചർച്ചയായി ആത്തിക്കയുടെ സ്വപ്നമായിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു ഇതാരും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പ്രഭാതത്തിൽ ചെല്ലുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പള്ളിയിലേക്ക് പ്രസിദ്ധമായ കഅബയിൽ തവാഫ് ചെയ്യാൻ ചെന്നു. അബൂ ജഹൽ ഫി റഹ്തിൻ മിൻ ഖുറൈശിൻ ഖുഊദൻ യതഹദ്ദസൂന ബിറുയാ ആതിക, ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അബൂജഹലും കൂട്ടരും എന്നുകൊണ്ട് ആത്തിക്കയുടെ സ്വപ്നക്കഥകൾ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്, വിവരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആരും അറിയാതെ അതീവ രഹസ്യമായി വലീദിനോട് മാത്രം പറഞ്ഞ സംഭവം എങ്ങനെയാണ് നാട്ടിൽ പാട്ടായത്. ഫലമ്മാ റആനി അബൂജഹൽ, എന്നെ അബൂജഹൽ കണ്ടപ്പോൾ ഖാല, അബൂജഹൽ പറഞ്ഞു, അബുൽ ഫളൽ, അബുൽ ഫളലെ ഇദാ ഫറഗത മിൻ തവാഫിക ഫഖ്ബിൽ ഇലൈനാ, താങ്കളുടെ തവാഫ് കഴിഞ്ഞാൽ അബ്ബാസ് താങ്കൾ ഞങ്ങളുടെ അടുക്കലേക്ക് വരണം. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, വലമ്മാ ഫറഗതു, ഞാൻ തവാഫ് വിരമിച്ചപ്പോൾ അഖ്ബൽതു ജലസ്തു മഅഹു, ഞാൻ തവാഫ് കഴിഞ്ഞു, ഞാൻ അബൂജഹലിന്റെ അടുക്കലേക്ക് ചെന്നിരുന്നു. ഫഖാല ലി അബൂജഹൽ, അപ്പോൾ അബൂജഹൽ എന്നോട് പറഞ്ഞു, എന്നെ കളിയാക്കി, രൂക്ഷമായി കളിയാക്കി, പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, മത ഹാദിസത ഫീകും ഹാദിഹിൻ നബിയ, എപ്പോഴാ നിങ്ങളുടെ കൂട്ടത്തിൽ നബിയുടെ വന്നോ? ഇതുവരെ ഒരു നബി ഉണ്ടായിരുന്നുള്ള പിന്നെ നബിച്ചുമുണ്ടായോ? സ്ത്രീകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നബിയുണ്ടായോ? എന്നു മുതലാണ് നിങ്ങളെ കൂട്ടത്തിൽ ലഭിച്ചില്ലായത്? ഞാൻ അറിയാത്ത പോലെ ചോദിച്ചു, ഒമാതാക്ക, എന്താ നിങ്ങൾ ഈ പറയുന്നത്, എന്താ നിങ്ങൾ ഈ ചോദിക്കുന്നത്? കാല അബൂജഹൽ പറഞ്ഞു, ആത്തിക്ക, ഇന്നലപ്പോ നിന്റെ സഹോദരി ആത്തിക്ക് എന്തോ സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ. ഇതുവരെ മുഹമ്മദായിരുന്നു കഥകളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നിന്റെ വീട്ടിൽ ഒരു പെണ്ണും കഥകൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. പെണ്ണും കഥകൾ പറഞ്ഞ് അവളിൽ ലഭിച്ചാകുള്ള പരിപാടിയാണോ? അമാ റളീതും യതനബ്ബഅ റിജാലുക്കും വതനബ്ബഅ നിസാഉക്കും ഖദ് സഅമത ആതിക ഫി റുയാഹ. അബൂജഹൽ പറഞ്ഞു, ആണുങ്ങൾ പ്രവാചകരായിട്ട് മതിയാകാത്തതുകൊണ്ടാണോ ഇപ്പൊ പെണ്ണുങ്ങൾ നബിച്ചിയായിട്ട് പുറപ്പെട്ടിരിക്കുന്നത്? അബൂജഹൽ രൂക്ഷമായി കളിയാക്കി. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി, എന്റെ മനസ്സിൽ വല്ലാത്ത പ്രയാസം പോയി. ഞാനൊന്നും മറുപടി പറയാൻ തയ്യാറായില്ല, ഞാനൊന്നും തിരിച്ചു പറഞ്ഞില്ല. എന്നിട്ട് അബൂജഹലിനോട് പറഞ്ഞു, ഞങ്ങൾ റബ്ബസുബിക്കും ഹാദിഹി സലാസ, ഞങ്ങൾ 3 ദിവസം കാത്തിരിക്കുക. ഫയ്യകു ഹക്കൻ മാ തഖൂൽ സയഖൂൽ വഇൻ തംളി സലാത്ത് വലം യകുൻ മിൻ ദാലിക ഷൈഉൻ. ഞങ്ങൾ 3 ദിവസം കാത്തിരിക്കുക, 3 ദിവസം ഞങ്ങൾ കാത്തിരിക്കും. നിന്റെ പെങ്ങൾ ആത്തിക്ക പറഞ്ഞ സ്വപ്നം പുലരുമോ നിൽക്കാൻ നോക്കാൻ വേണ്ടി ഞങ്ങൾ 3 ദിവസം കാത്തിരിക്കും. 3 ദിവസം കഴിഞ്ഞിട്ട് ശരിയാണെങ്കിലൊക്കെ, ഇല്ലെങ്കിൽ നാട് നീളങ്ങളെ പ്രചരിപ്പിക്കും. നിങ്ങളെ കൂട്ടത്തിൽ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും കള്ളന്മാരാണ്, കളവ് പറയുന്നവരാണ്. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കള്ളനുണ്ടായിരുന്നു, ഇപ്പോൾ ഇതാ ഒരു നബിച്ചിയും വന്നിരിക്കുന്നു, ഞങ്ങൾ എല്ലാവരും എഴുതി അറിയിക്കുമെന്ന് പറഞ്ഞ് രൂക്ഷമായിക്കൊണ്ട് അബൂജഹൽ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിഹസിക്കുന്നു, കളിയാക്കുന്നു, വിമർശിക്കുന്നു. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു വേദനയോടുകൂടെ തിരിച്ചു പോന്നു. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, ഞാനൊന്നും കൂടുതൽ മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഈ മറുപടി പറയാതെ അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു പോന്നപ്പോ അത് വീട്ടിൽ നാട്ടിലാകെ ചർച്ചയായി. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലും കുടുംബത്തിലുമാകെ പ്രശ്നമായി. ഇങ്ങനെ അബൂജഹൽ പറഞ്ഞിട്ടൊന്നും മറുപടി പറഞ്ഞില്ലല്ലോ.
മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ വീട്ടിലേക്ക് സ്ത്രീകളൊക്കെ പാടെ വന്നു, കുടുംബത്തിലെ സ്ത്രീകളൊക്കെ വന്നിട്ട് ചോദിച്ചു, അഖറർതും ലിഹാദൽ ഫാസിഖൽ ഖബീസ്, ഈ തമ്മാടിയായ ഈ ദുഷ്ടനായ അബൂജഹൽ ഇത്രത്തോളം നമ്മളെ കുടുംബത്തെ കളിയാക്കിയിട്ട് വളരെ മോശമാക്കി ചിത്രീകരിച്ചിട്ട് നിനക്കൊന്നും പറയാനുണ്ടായില്ലല്ലേ, ഒരു മറുപടിയും പറയാനുണ്ടായില്ലല്ലേ? എന്നാകെ എന്റെ കുടുംബത്തിലെ സ്ത്രീകളൊക്കെ വന്ന് കളിയാക്കി എന്നോട് ചൂടായി. അവരെന്നോട് പറഞ്ഞു, നിനക്ക് യാതൊരു പറയാൻ പ്രതികരിക്കാൻ ഒന്നിനും കഴിഞ്ഞില്ലല്ലേ? അബ്ബാസ് അല്ലാഹു പറയാ, വല്ലാഹി ഫഅൽതു മാ കാന മിന്നി ഇലൈഹി മിൻ കബീർ വഅയ്മുല്ലാഹി ലാ തറഅല്ലാഹു ലഹു വഇൻ ആദ. ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ അബൂജഹലിലേക്ക് തിരിച്ചു ചെല്ലും. ഇനിയെങ്ങാനും അബൂജഹൽ ഈ രീതിയിലുള്ള വാക്കുകൾ എന്നോട് പറഞ്ഞാൽ അബൂജഹലിനെ ഞാൻ ബാക്കിയാക്കില്ല, അവനെ ഞാൻ കൊന്നുകളയും. ആ ഒരു ഉറപ്പ് ഞാൻ എന്റെ വീട്ടിലെ സഹോദരിമാർക്ക് കൊടുത്തു. അബ്ബാസ് അല്ലാഹു പറയാണ്, പിറ്റേ ദിവസം ഞാൻ പള്ളിയിലേക്ക് ചെന്നു അബൂജഹലിനെ കാണാൻ വേണ്ടി ഹറമിലേക്ക് ഞാൻ ചെന്നു നോക്കുമ്പോൾ ഞാൻ പള്ളിയിൽ കയറി, ഫദഖൽതുൽ മസ്ജിദ ഫറഅയ്തുഹു, ഞാൻ പള്ളിയിൽ കയറി അബൂജഹലിനെ കണ്ടു നോക്കുമ്പോഴുണ്ട്, ഫവല്ലാഹി ഇന്നി ലഅംശി നഹ്വഹു, ഞാൻ അബൂജഹലിന് പിന്നാലെ ചെല്ലുമ്പോൾ അബൂജഹൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അബൂജഹൽ ഓടുകയാണ്, എന്നെ കാണുമ്പോൾ ഓടുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മക്കയിലെ ധീരനായ ക്രൂരനായ, ഒരാൾക്കും വഴിപ്പെടാത്ത, ഒരാളെയും പേടിക്കാത്ത ക്രൂരനും പരാക്രമിയുമായ അബൂജഹലിന്റെ എന്നെ കണ്ടപ്പോൾ ഓടുന്നത്. ഞാനങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നു, വലിയൊരു അട്ടഹാസം കേൾക്കുന്നു, ഭയങ്കര ശക്തമായ ശബ്ദം. ഖദ് സമിഅ മാലം അസ്മഅ സൗത ലംളം ബിൻ അംറുൽ ഗഫാരി. ലംളം ബിൻ അംറുൽ ഗഫാരി എന്ന് പറയുന്ന ഒരു സഹോദരന്റെ അട്ടഹാസമാണ്. വഹുവ യസ്റഹു ബിബത്നിൽ വാദി വാഖിഫൻ അലാ ബഈരിഹി ഖദ് ജദ്ദഅ ബഈറഹു വഹവ്വല റഹ്ലഹു വശക്ക ഖമീസഹു. വസ്ത്രം കീറി തന്റെ ഒട്ടകത്തിന്റെ ചെവിയെല്ലാം മുറിച്ചുകൊണ്ട് ഒട്ടകത്തെ യാത്രക്ക് സന്നാഹത്തിന് വേണ്ടി തയ്യാറാക്കി നിർത്തിക്കൊണ്ട് അദ്ദേഹം വിളിച്ചു പറയുന്നു, അട്ടഹസിക്കുന്നു, അല്ലീമത്തീമ അംവാലുക്കും അബി സുഫിയാൻ ഖദ അറളഹ മുഹമ്മദുൻ ഫി അസ്ഹാബിഹി ലാ അറ അൻ തുദ്രികുഹാ അൽ ഗൗസ്. ലംലമിന്റെ അട്ടഹാസമാണ്. ലംലം പറയുന്നു, അബൂ സുഫിയാനും കൂട്ടരുടെയും സംഘത്തെ പിടിച്ചെടുക്കാൻ മുഹമ്മദും കൂട്ടരും തയ്യാറായിരിക്കുന്നു. നിങ്ങളുടെ വലിയ സമ്പത്തുകൾ, നിങ്ങളുടെ വലിയ കച്ചവട ചരക്കുകളൊക്കെ ഇവിടെ നഷ്ടപ്പെടാൻ പോവുകയാണ്, എല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണ്. വേഗം സഹായിക്കേണ്ടവർ സഹായിച്ചോളൂ, നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ. ആത്തിക്കാർ റളിയല്ലാഹു സ്വപ്നം കണ്ട ആ 3-ാമത്തെ ദിവസമാണ് സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അബൂജഹല് അബ്ബാസ് റളിയല്ലാഹു കണ്ടപ്പോൾ അവിടെ നോടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഈ സംഭവം കഴിഞ്ഞപ്പോൾ മക്കയിലാകെ പ്രശ്നങ്ങളായി, എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. മുഹമ്മദും കൂട്ടർ നമ്മെ ആക്രമിക്കുമെന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ അവരും ഒരു യുദ്ധത്തിന് തയ്യാറാകുകയാണ്. സത്യത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല. അബൂ സുഫിയാൻ ഈ സംഘത്തെ പിടിച്ചെടുക്കുന്നത് ലക്ഷ്യത്തിലൂടെയായിരുന്നു അവർ പുറപ്പെട്ടത്. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഘത്തെ പിടിച്ചെടുക്കുന്നത് കണ്ടപ്പോൾ അബൂ സുഫിയാനും കൂട്ടം തന്ത്രപരമായി കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് പുറപ്പെടാൻ തീരുമാനിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 2-1 മുത്തനബിക്ക് വാഗ്ദാനം നൽകിയത്. ഒന്നെങ്കിൽ ആ കച്ചവട സംഘം, അല്ലെങ്കിൽ യുദ്ധത്തിലെ വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ വടിയിലെച്ചുകൊണ്ട് തിരിച്ചു പോരാൻ പ്രവാചകൻ തീരുമാനിച്ചിരുന്നില്ല, യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചു. ഈ വിവരം സഹാബത്തിന് അറിയിക്കുകയാണ്. അറിയിച്ചപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന സഹാബ കിറാം ഒന്നടങ്ങുന്നതിന് തയ്യാറാകുകയാണ്. എന്തിനേറെ മദീനയിലെ സഹോദരിമാർ വരെ യുദ്ധത്തിന് തയ്യാറായി. മഹദിയായ ഉമ്മു വറഖത്ത് ബിൻത് നൗഫൽ റളിയല്ലാഹു അൻഹ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ ഇദ്ദൻലി, എനിക്കും അങ്ങ് സമ്മതം തരണം, എനിക്കും ബദറിൽ പങ്കെടുക്കാനും സമ്മതം തരണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്ത്രീയല്ലേ, പെണ്ണുങ്ങൾക്ക് യുദ്ധമില്ലല്ലോ, പെണ്ണുങ്ങൾക്ക് അങ്ങനത്തുള്ള ഏർപ്പാടൊന്നുമില്ലല്ലോ, പെണ്ണുങ്ങൾക്ക് ജുമാഅത്ത് പോക്കില്ല, പള്ളിയിൽ പോയി ജമാഅത്തില്ല, യുദ്ധമില്ല, അതുകൊണ്ട് നീ വീട്ടിലിരുന്നാൽ മതി. ഉടൻ തന്നെ മഹദി പറഞ്ഞു, നബിയെ ഞാൻ വരുന്നത് യുദ്ധത്തിനല്ല, ഞാനവിടെ നമ്മളെ കൂടെയുള്ള ആണുങ്ങൾക്ക് പരിചരിക്കാമല്ലോ, അവരെ സഹായിക്കാമല്ലോ, ലഅല്ലല്ലാഹു യർസുഖ്നി ഷഹാദ, എനിക്കത് വഴി ഷഹാദത്തിന്റെ കൂലി കിട്ടുമല്ലോ, ഷഹീദിന്റെ കൂലി കിട്ടുമല്ലോ. അപ്പോഴും പ്രവാചകൻ പറഞ്ഞു, കദ്ദീ ഫീ ബൈതികി ഫഇന്നല്ലാഹ യർസുഖുകി ഷഹാദ, നീ വരണ്ട, നീ വീട്ടിലിരുന്നാൽ മതി, നീ വീട്ടിലിരുന്നാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് രക്തസാക്ഷിയുടെ പ്രതിഫലം നൽകുന്നതാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ആ മഹദിയെ പിന്നീട് എല്ലാവരും ഷഹീദ എന്നാണ് വിളിച്ചിരുന്നത്. മഹദിയറുകൾ വീട്ടിൽ ഒതുങ്ങിയിരുന്നു. വക്കാനത്ത് ഖദ് ഖറഅത്തിൽ ഖുർആൻ, വീട്ടിലിരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹദിയറുകളേക്ക് ശത്രുക്കൾ കയറി വരുന്നു, മഹദിയറുകളെ വധിക്കുകയാണ്, മഹദിയറുകൾ ഷഹീദാവുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ആ മഹദി വീട്ടിൽ വെച്ചുകൊണ്ട് ഷഹീദ്.
ഷഹീദയായി മാറുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് പോകുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഒട്ടേറെ ആളുകൾ, ചെറിയ കുട്ടികൾ വരെ, ചെറുപ്പക്കാർ വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ യുദ്ധത്തിന് തയ്യാറാകുകയാണ്. ബദറിന്റെ ചരിത്രത്തിൽ കാണാം, മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറയാണ്, ഞാനിങ്ങനെ യുദ്ധത്തിന് കൊടുമ്പിരി കൊണ്ട സമയത്ത് എന്റെ രണ്ട് ഭാഗത്ത് അനബൈനൽ ജബലൈൻ, ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കുട്ടികളാണ്. പക്ഷേ ആ കുട്ടികളുടെ ആവേശവും ധൈര്യവും കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി ഞാൻ രണ്ട് പർവ്വതങ്ങൾക്കിടയിലാണോ ഞാനും തോന്നിപ്പോയി. അത്രത്തോളം ധൈര്യസമേതം രണ്ട് കുട്ടികൾ എന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് അബൂജഹലിനെ വധിക്കാൻ വേണ്ടി അവർ ചാടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മനസ്സിൽ തോന്നിപ്പോയി. ഞാൻ ആദ്യം ആ രണ്ട് കുട്ടികളെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തിനു വന്നതാടാ യുദ്ധത്തിന്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ച് ഞാൻ അവരെ കളിയാക്കിയിരുന്നെങ്കിലും അവരുടെ ധൈര്യവും അവരുടെ ശക്തമായ പോരാട്ട വീര്യവും കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി ഞാൻ രണ്ട് പർവ്വതങ്ങൾക്കിടയിലാണ്. അങ്ങനെ സഹാബത്ത്, കുട്ടികൾ വരെ യുദ്ധത്തിന് തയ്യാറായി. പക്ഷേ പോകാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഒരു യുദ്ധത്തിന് വേണ്ടുന്ന സന്നാഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശത്രുക്കൾ എല്ലാവിധ ആയുധങ്ങളും എല്ലാവിധ സന്നാഹത്തോടുകൂടി യുദ്ധത്തിന് വരുമ്പോൾ പ്രവാചകർ പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, യാതൊന്നും ഉണ്ടായിരുന്നില്ല. എന്തിനേറെ സഞ്ചരിക്കാൻ ഒട്ടകം പോലും ഉണ്ടായിരുന്നില്ല. ചരിത്രം പറയുന്നത്, കാനത്ത് ഇബ്നു അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമഇദിൻ 70 ബഈറ. മുത്തനബിയോടുകൂടെ ആകെ ഉണ്ടായിരുന്നത് 70 ഒട്ടകം മാത്രമായിരുന്നു. 300-ലേറെ സഹാബത്തിന് സഞ്ചരിക്കാൻ ആകെയുള്ളത് 70 ഒട്ടകം. ശത്രുക്കളെ കൂടെ 1000 പേരാണുള്ളതെങ്കിൽ അവരെ കൂടെ 1000-ലേറെ ഒട്ടകമാണ്. ഒരാൾക്ക് 2 എന്ന തോതിലൊക്കെയായിരുന്നു ഒരു ഒട്ടകമുണ്ടായിരുന്നത്. മാത്രമല്ല, ഒരു ദിവസത്തിൽ, ചരിത്രത്തിൽ കാണാൻ, സീറത്തുൽ ഹിഷാമിലൊക്കെ കാണാൻ കഴിയും, ഒരു ദിവസത്തിൽ അവർ 10 ഒട്ടകത്തെ അറുത്തുകൊണ്ട് ഭക്ഷണം വിളമ്പിയിരുന്നു. 10 ഒട്ടകത്തെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാനല്ലാഹ് അവിടത്തെയോട് കൂടെ ആകെയുള്ളത് 70 ഒട്ടകം മാത്രം. ഈ 70 ഒട്ടകപ്പുറത്ത് എങ്ങനെയാണ് 300 പേര് സഞ്ചരിക്കുക? ചരിത്രത്തിൽ കാണാം, സഹീഹായ ഹദീസിന്റെ കിതാബുകൾ കാണാം, വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലി ഇബ്നു അബീ ത്വാലിബ് വമർസദ് ഇബ്നു അബീ മർസദ് അൽ-അനബി യതഖബൂന ബഈറ. ഒട്ടകപ്പുറത്ത് ഊഴം വെച്ചുകൊണ്ടായിരുന്നു സഞ്ചരിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ ബാക്കി 2 പേര് നടക്കും. കുറച്ച് കഴിയുമ്പോൾ ഇയാൾ ഇറങ്ങും, ബാക്കിയുള്ളവർ മറ്റൊരാൾ കയറും, ബാക്കിയുള്ളവർ നടക്കും. ഇങ്ങനെ 3 ആളുകളിൽ ഓരോരുത്തർ മാറിക്കൊണ്ടാണ് ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചിരുന്നത്. എത്ര പ്രയാസമായിരുന്നു! കാനൂ യൗമ ബദ്രിൻ ബൈന കുല്ലി സലാസത്തി നഫരിൻ ബഈറുൻ. 3 ആളുകൾക്കിടയിൽ ഒരു ഒട്ടകമാണ് ഉണ്ടായിരുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അലിയാർ തങ്ങൾക്കും അബൂ ലുബാബ് റളിയല്ലാഹു അൻഹും ഹദീസിൽ കാണാം, മർസദ് റളിയല്ലാഹു അൻഹുവിനും കൂടിക്കൊണ്ട് ആ ഒരു ഒട്ടകമാണ് ഉണ്ടായിരുന്നത്. 4 പേർ കൂടി ഒരു ഒട്ടകം. പ്രവാചകൻ കുറെ നേരം ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കും, ബാക്കി 3 പേർ നടക്കും. കുറച്ചു കഴിയുമ്പോൾ പ്രവാചകൻ ഇറങ്ങുന്നു, പ്രവാചകന്റെ അനുയായി ഒട്ടകപ്പുറത്ത് കയറുന്നു, പ്രവാചകൻ നടക്കുന്നു. വല്ലാത്തൊരു രംഗം, വല്ലാത്തൊരു വേദനാജനകമായ രംഗം. ഇന്നൊക്കെ നമ്മൾ അറിയേണ്ട രംഗമാണിത്. നേതാക്കന്മാർക്ക് വേണ്ടി അനുയായികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ, മന്ത്രിമാർക്ക് വേണ്ടി, MLA-മാർക്ക് വേണ്ടി അനുയായികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ, ഒരു മന്ത്രിക്ക് വേണ്ടി ഫ്ലൈറ്റിൽ നിന്ന് യാത്രക്കാരെ ഇറക്കി വിട്ടു എന്ന് നമ്മൾ ഇന്നലെയാണ് പത്രത്തിൽ വായിച്ചത്. ഒരു മന്ത്രിക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മറ്റൊരു മന്ത്രിയെ കാത്തുകൊണ്ട് മണിക്കൂറുകളോളമാണ് ഒരു ഫ്ലൈറ്റ് താമസിപ്പിച്ചത്. എന്തൊക്കെ താല്പര്യത്തോടുകൂടെ, എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവരാണ് ഫ്ലൈറ്റുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേതാവിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാർ പോലും പീഡിതരായി പോകുന്നൊരു കാലഘട്ടം. ഒരു MLA-യുടെ അടികൊണ്ട്, തള്ളുകൊണ്ട് MD വീണുപോകുന്നൊരു കാലഘട്ടം നമ്മളിന്ന് പത്രത്തിൽ വായിച്ചതാണ്. ഈ കാലഘട്ടത്തിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രം നമ്മളായി വരക്കേണ്ടത്. പ്രവാചകൻ നടക്കുന്നു, അനുയായികൾ ഒട്ടകപ്പുറത്ത് പോകുന്നു. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു രംഗം. പ്രവാചകൻ ഇറങ്ങിയപ്പോ മഹാനായി ഇദാ കാനത് ഉഖ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു ഇർഖബ്. പ്രവാചകൻ ഇറങ്ങി നടക്കുന്നത് കണ്ടപ്പോ മഹാനായ അലിയാർ തങ്ങൾക്കും അബൂ ലുബാബ് റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. അവർ പറഞ്ഞു, നബി ഇർഖബ്, അങ്ങ് വാഹനപ്പുറത്ത് കയറണം. അതാ നംഷി അൻക, അങ്ങയുടെ സ്ഥാനത്തുകൂടി ഞങ്ങൾക്ക് നടന്നുകൊള്ളാം. അങ്ങയുടെ ഊഴം പോലും ഞങ്ങൾ നടന്നുകൊള്ളാം, ഞങ്ങൾ മാറി മാറി നടന്നുകൊള്ളാം. അങ്ങൊരിക്കലും ഒട്ടകപ്പുറത്തിന് ഇറങ്ങരുത്.
ഇത് കേട്ടപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അൻതുമാ ബി അഖ്വാ മിന്നി വമാ അന ബി അഗ്നാ അനിൽ അജ്രി മിൻകുമാ. അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് അവർക്കിനി തിരിച്ചൊന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ ഒരു വാക്കുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എന്നെക്കാൾ ശക്തരല്ല. നിങ്ങൾക്ക് നടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെക്കാൾ ഉപരി നടക്കാൻ എനിക്കും കഴിയുന്നതാണ്. നിങ്ങൾ രണ്ടുപേരും എന്നെക്കാൾ വലിയ ശക്തരല്ല. എന്താണ് ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ സമാധാനിപ്പിക്കുന്ന ഒരു വാക്ക് നോക്കുന്നുണ്ട്. മാ അൻതുമാ ബി അഖ്വാ മിന്നി, നിങ്ങൾ രണ്ടുപേരും എന്നേക്കാൾ ശക്തരല്ല. എന്നിട്ട് പ്രവാചകൻ ഒരു വാക്കുകൂടി പറഞ്ഞു, വമാ അനാ ബി അഗ്നാ അനിൽ അജ്രി മിൻകുമാ, നിങ്ങൾ രണ്ടുപേരുടെ പ്രതിഫലത്തിന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം പ്രതിഫലം കിട്ടിയാൽ മതിയോ? നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമ്പോൾ ആ പ്രതിഫലത്തിന് തൊട്ട് ആവശ്യം തീർന്നവനല്ല, ഐശ്വര്യവാനല്ല ഞാൻ. എനിക്കും വേണ്ട പ്രതിഫലം. നിങ്ങൾ നടന്ന് പ്രതിഫലം ലഭിക്കുമ്പോൾ എനിക്ക് കിട്ടണ്ടേ? ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഗുണം, അനുയായികൾ നടക്കുമ്പോൾ നേതാവും നടക്കുന്നു, അനുയായികൾ വാഹനത്തിൽ കയറുമ്പോൾ നേതാവും വാഹനത്തിൽ കയറുന്നു. ഞാൻ നേതാവാണെന്ന് പറഞ്ഞ് വാഹനത്തിൽ കയറി നിങ്ങൾ എന്റെ പിന്നാലെ നടന്നോ എന്നല്ല മഹാനായ പ്രവാചകർ പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിലൂടെ ബദറൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേവലം ചരിത്രം കേട്ട് പോകേണ്ടവരല്ല, നമ്മൾ പഠിക്കേണ്ടവരാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, അല്പം സമ്പത്തുണ്ടാകുമ്പോഴേക്ക് നമ്മളൊന്നും താഴേക്കുള്ളവരെ മറന്നു പോകരുത്. ഗൾഫ് രാജ്യങ്ങളിൽ പോയി അറബികളിൽ നിന്ന് സമ്പത്ത് നേടിയെടുത്ത് അവിടെ വലിയ കച്ചവടമായി കൊണ്ട് വലിയ നേതാവായി അവിടെ മാറുമ്പോൾ, വലിയ സമ്പത്തിന്റെ ഉടമയായിട്ട് മാറുമ്പോൾ നമ്മുടെ കീഴിൽ പണിക്കാരുണ്ടാവാം, തൊഴിലാളികളുണ്ടാവാം. അവരോടൊക്കെ മാന്യമായി പെരുമാറാൻ നമുക്ക് കഴിയണം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനെ തന്നെ പുടക്കാൻ കാരണം ലൗലാഹു മാ ഖലഖതുൽ അഫ്ലാഖ്, നബിയേ അങ്ങില്ലായിരുന്നുവെങ്കിൽ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായ ഒട്ടകപ്പുറത്ത് കയറി സഞ്ചരിക്കുമ്പോൾ ആ ഒട്ടകത്തിന്റെ മൂക്കയറും പിടിച്ചുകൊണ്ട് കടിഞ്ഞാണം പിടിച്ചുകൊണ്ട് പ്രവാചകൻ നടന്നുകൊണ്ടിരിക്കുന്ന രംഗമെന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മളൊന്ന് ആലോചിക്കുമ്പോഴാണ് എന്താണ് ഈ ബദർ എന്നൊക്കെ പറഞ്ഞാൽ. ബദർ എന്നൊക്കെ പറയുമ്പോൾ കേവലം ഇതൊരു അനുസ്മരണവും ഒരു മൗലൂദും മോദി ഒതുങ്ങേണ്ടതല്ല. അതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അനുസ്മരിക്കണം, ബദരീങ്ങളെ നാമം ഉച്ചരിക്കണം, മൗലൂദോദനം, ചീർണി വേണം, ഇതൊക്കെ പുണ്യമുള്ളതാണ്. പക്ഷെ അതിൽ അവസാനിക്കരുത്. ബദറും ബദറിലെ ചരിത്രങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും നല്ല ഉദാത്തമായ ഉന്നതമായ ആരെയും ആകർഷിക്കുന്ന നല്ലൊരു മാതൃക, സയ്യിദുൽ ഖൗമി ഖാദിമുഹും എന്ന് പറയുന്ന സമുദായത്തിന്റെ നേതാവ്, ആ സമുദായത്തിന്റെ സേവകനായിരിക്കണമെന്ന് പറയുന്ന ആ ആപ്തവാക്യത്തെ അനർത്ഥമാക്കിക്കൊണ്ടായിരുന്നു മഹാനായ പ്രവാചകർ പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബദറിലേക്കുള്ള സഞ്ചാരം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുന്നു, സഹാബത്തിന്റെ കൂടെ നടക്കുന്നു. സഹാബത്തിന്റെ ഊഴമെത്തുമ്പോൾ സഹാബത്ത് വാഹനത്തിൽ കയറുന്നു. സഹാബത്ത് ഇറങ്ങുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഹനത്തിൽ കയറുന്നു. ഇങ്ങനെ 300-ൽ പരം സഹാബത്തിന് ആകെ ഉണ്ടായിരുന്നത് 70 ഒട്ടകങ്ങൾ. ആയുധങ്ങളാണെങ്കിലോ പൊട്ടിയ വാളുകൾ, പടയങ്കികൾ പൂർണ്ണമായിട്ടൊരു പടയങ്കി പോലും ഒരാൾക്കുണ്ടായിരുന്നില്ല. ഇത്രത്തോളം പ്രയാസകരമായൊരവസ്ഥയിലാണ് യുദ്ധത്തിന് പോകുന്നത്. കാരണം അവർ യുദ്ധം ലക്ഷ്യം വെച്ച് പുറപ്പെട്ടവരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് വേണ്ടുന്ന ഒരു സന്നാഹവും അവരെ കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയിൽ വെച്ചുകൊണ്ട് സഹാബത്തിനെ നിർത്തിക്കൊണ്ട് അവരുമായി കൊണ്ട് കാര്യങ്ങൾ മുഷാവറ ചെയ്യുക. സ്വഹാബ, നമ്മൾ എന്ത് ചെയ്യണം? ശത്രുക്കൾ സർവസന്നാഹത്തോടുകൂടെ വലിയൊരു സംഘം തന്നെ അവരെ കൂടെയുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയിൽ വെച്ചുകൊണ്ട് ഒരാളെ കണ്ടുമുട്ടിയപ്പോൾ ഖുറൈശികൾ എത്ര പേരുണ്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാതിരി, എനിക്കറിയില്ല എത്ര ആളുണ്ടെന്ന്. അദ്ദേഹത്തിനോട് പ്രവാചകൻ ചോദിച്ചു, അവർ ഒട്ടകത്തെ ഇറക്കാറുണ്ടോ? ഒട്ടാരത്തെ ഇറക്കാറുണ്ട്. എത്ര എണ്ണം ഇറക്കാറുണ്ട്? 9 ഉം 10 ഇടയിൽ ഇറക്കാറുണ്ട്. പ്രവാചകൻ പറഞ്ഞു, അവർ 900-ന്റെയും 1000-ന്റെയും ഇടയിൽ ആളുകളുണ്ട്. കാരണം ഒരു ഒട്ടകം 100 ആളുകൾക്കാണ് സാധാരണ ഒരു ഒട്ടകത്തെ ഇറത്തു കഴിഞ്ഞാൽ ഭക്ഷണമായിട്ട് കഴിക്കാറുള്ളത്.
9-10 ഇടയിലാകുമ്പോൾ 900-ന്റെയും 1000-ന്റെയും ഇടയിൽ ആളുകളുണ്ട്. സഹാബത്താണെങ്കിലൊക്കെ അവർ 300 പേർ മാത്രം. ഇവരൊക്കെ ആയുധങ്ങളില്ല. ഈ ഘട്ടത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ എന്റെ പിന്നാലെ പോരണമെന്ന് പറഞ്ഞില്ല. തന്റെ അനുയായികളെ വിളിച്ചുകൂട്ടി മുഷാവറ നടത്തുകയാണ്, കൂടിയാലോചന നടത്തുകയാണ്. നേതാക്കന്മാരിലുണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണമാണ് കൂടിയാലോചന. നമ്മൾ ഏതൊരു സംഘടനയുടെ ആയാലും, ഏതൊരു പ്രസ്ഥാനത്തിന്റെ ആയാലും, ഏതൊരു സ്ഥാപനത്തിന്റെയും മേധാവിയായാലും അവിടെയൊക്കെ കൂടിയാലോചന വേണം. എന്തൊരു കാര്യത്തിലും നമുക്ക് പൂർണ്ണ അധികാരമുണ്ടെങ്കിൽ പോലും, സ്വതന്ത്രമായ അധികാരം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ പോലും ഏകാധിപത്യം ഒരിക്കലും നേതാവിന് ഗുണമില്ല. ഇന്ത്യയിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം അതാണല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏകാധിപതിയായി, തന്റെ കൂടെയുള്ള സഹമന്ത്രിമാർക്ക് പോലും യാതൊരു സ്വാതന്ത്ര്യവുമില്ലാതെ, ഒരു കൂടിയാലോചനയുമില്ലാതെ ഏകാധിപത്യത്തിലൂടെയാണ് ഇന്ത്യൻ ഭരണകൂടം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അത് പാടില്ല. മുഷാവറ, കൂടിയാലോചന വേണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സിദ്ദീഖ് തങ്ങൾ എണീറ്റു, അഭിപ്രായം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു എണീറ്റു, അഭിപ്രായം പറഞ്ഞു. സുമ്മ ഖാമൽ മിഖ്ദാദ് ബിൻ അംർ, മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു എണീറ്റു. മിഖ്ദാദ് റളിയല്ലാഹു എണീറ്റിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മിഖ്ദാദ് റളിയല്ലാഹു എന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, പുണ്യ നബിയെ, അങ്ങെന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. അങ്ങെന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. ഇമ്ലിമാ അറാഖല്ലാഹ് ഫനഹ്നു മഅക യാ റസൂലല്ലാഹ്. അല്ലാഹു താങ്കൾക്ക് എന്താണോ കാണിച്ചുന്നത് അതിലേക്ക് താങ്കൾ തയ്യാറാവുക. അങ്ങ് പേടിക്കണ്ട. വല്ലാഹി ലാ നഖൂലു ലക കമാ കാലത്ത് ബനു ഇസ്രാഈല ലിമുസ ഇദ്ഹബ് അൻത വറബ്ബ് ഫഖാതില ഇന്നാ ഹഉനാ ഖാഇദൂൻ. ബനു ഇസ്രായേൽക്കാർ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും പ്രവാചകരെ അങ്ങയോട് ഞങ്ങൾ പറയില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം യുദ്ധത്തിൽ പുറപ്പെട്ടപ്പോൾ അനുയായികൾ പറഞ്ഞല്ലോ, ഇദ്ഹബ് അൻത വറബ്ബ്, മൂസാ നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ. ഇന്നാ ഹഉനാ ഖാഇദൂൻ, ഞങ്ങളിവിടെ നിങ്ങൾക്ക് രാജോചിതമായ സ്വീകരണം നൽകാൻ ഞങ്ങളിവിടെ റെഡിയാണ്. നിങ്ങൾ പോയി യുദ്ധം ചെയ്ത് ജയിച്ചു വരിക, ഞങ്ങളിവിടെ കാത്തിരിക്കണം. ആ ദുഷ്ടന്മാരുടെ വാക്ക്. മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയെ, ഞങ്ങളെ നാവിലൂടെ അങ്ങത്തൊരു വാക്കൊരിക്കലും വരില്ല. ഞങ്ങൾ അങ്ങ് പുറപ്പെട്ടാൽ ഞങ്ങൾ പറയുന്നു ഇന്നാ മഅക്കുമ, അങ്ങും അങ്ങയുടെ റബ്ബും പുറപ്പെട്ടാൽ പ്രവാചകരെ അങ്ങയുടെ കൂടെ ഞങ്ങളുണ്ടായിരിക്കും. ഞങ്ങൾ അവസാനത്തെ ശ്വാസം വരെ അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കും. ലൗ സിർത ബിനാ ലാ ബിർഖുൽ ഗിമാദ് ലജാലദ്നാ മഅക മിൻ ദൂനിഹി തതബല. പ്രവാചകരെ, ബിർഖുൽ ഗിമാദ് മദീനയിലെ ഒരു ഉപദ്വീപാണ്, ആളുകൾ പോകാത്ത വിജനമായി കിടക്കുന്ന ഒരു പ്രദേശം. അവിടേക്കാണ് അങ്ങ് ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോകുന്നെങ്കിൽ അവിടേക്ക് പോലും വരാൻ ഞങ്ങൾ തയ്യാറാണ് പുണ്യ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മിഖ്ദാദ് തങ്ങൾ എണീറ്റെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷമായി. ഫഖാലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വദഅലഹു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഖ്ദാദിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. പക്ഷേ എന്നിട്ടും പ്രവാചകന് വലിയ സന്തോഷമായില്ല. കാരണം ഈ എണീറ്റവരൊക്കെ മുഹാജിരികളായിരുന്നു. ഒന്ന് സിദ്ദീഖ് തങ്ങളാണ്, ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോഴും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അശ്ശിറു അലയ്യ അയ്യുഹന്നാസ്, നിങ്ങൾ ഇതിനോട് മുഷാവറ നടത്തണം, നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. കാരണം പ്രവാചകർ അൻസാരികളൊന്നും പറയാത്തതിൽ, അൻസാരികളുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും കിട്ടാത്തതിൽ പ്രവാചകന് ഒരു ആശങ്കയുണ്ടായിരുന്നു. കാരണം പുണ്യ നബിയും അൻസാരികളും തമ്മിൽ അഖബയിൽ വെച്ചുകൊണ്ടൊരു കരാറുണ്ടായിരുന്നു. എന്തായിരുന്നു കരാറ്? ഇന്നാ ബറാഅ മിൻ ദിമാമിക തസിറ ഇലാ ദിയാരിനാ വഇദാ വസൽത ഇലൈനാ വഅൻത ഫീ ദിമ്മത്തിനാ നംനഉക മിമ്മാ നംനഉ മിൻഹു അബ്നാഅനാ വനിസാഅനാ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മദീനയിലെ ആളുകൾ ഒരു കരാർ ചെയ്തിരുന്നു. എന്താണത്? വഇദാ വസൽത ഇലൈനാ, ഞങ്ങളുടെ നാട്ടിലേക്ക് അങ്ങ് വന്നു കഴിഞ്ഞാൽ വഅൻത ഫീ ദിമ്മത്തിനാ നംനഉക മിമ്മാ നംനഉ മിൻഹു അബ്നാഅനാ വനിസാഅനാ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും സംരക്ഷിക്കുന്നത് പോലെ അങ്ങ് ഞങ്ങൾ സംരക്ഷിക്കാം, പക്ഷേ ഞങ്ങളുടെ നാട്ടിലായിരിക്കണം എന്നൊരു നിബന്ധന പഴയ കാലത്ത് മദീന നിവാസികളുമായി കൊണ്ട് പ്രവാചകൻ ഉണ്ടാക്കിയ ഉടമ്പടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ മനസ്സിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. മദീനന്റെ പുറത്താണല്ലോ ബദറുള്ളത്. അതുകൊണ്ട് ബദറിൽ വെച്ചുകൊണ്ട് വല്ലതുമുണ്ടായാൽ അൻസാരിയങ്ങൾ കൂടെ ഉണ്ടാവുകയില്ലേ? ഇതൊരു ആശങ്ക പ്രവാചകന്റെ മനസ്സിലുണ്ടായതുകൊണ്ട് പ്രവാചകൻ ഇടക്കിടക്ക് വീണ്ടും അൻസാരിങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പറയും, അഷീറു ഇലയ്യ, അഷീറു ഇലയ്യ, നിങ്ങൾ എന്നോട് മുഷാവറ നടത്തണം, അഷീറു ഇലയ്യ. ഇത് കേട്ടപ്പോൾ ഖാല ലഹു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു എണീറ്റ് ചോദിച്ചു, നബിയെ, അങ്ങ് ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്? അൻസാരികളെ കുറിച്ചാണ് അങ്ങ് ഈ പറയുന്നത്? അൻസാരികൾ മുഷാവറ നടത്തുന്നില്ലെന്നാണോ അങ്ങ് പറയുന്നത്?
മഹാനായ പ്രവാചകൻ പറഞ്ഞു, അജൽ യാ റസൂലല്ലാഹ്, അജൽ യാ സഅദ്, അത് സഅദേ, അൻസാരിങ്ങളുടെ ഒരു മുഷാവറയാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഉടൻ തന്നെ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ വഖദ് ആമന്നാ ബിക വസദ്ദഖ്നാക വശഹിദ്നാ അന്ന മാ ജിഅത ബിഹി വൽ ഹഖ് വഅതൈനാക ലാ ദാലിക ഹൂദനാ വവാസികനാ ലസ്സംഇ വത്താഅ. നബിയെ, അങ്ങയെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വസദ്ദഖ്നാക, അങ്ങയെ ഞങ്ങൾ വാസ്തവമാക്കിയിരിക്കുന്നു. വശഹിദ്നാ അന്ന മാ ജിഅത ബിഹി വൽ ഹഖ്, നബിയെ അങ്ങ് കൊണ്ടുവന്നതൊക്കെ ഹക്കാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു, സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഞങ്ങൾ അങ്ങയെ അനുസരിക്കാമെന്ന് കരാർ ചെയ്തിരിക്കുന്നു. ഫംളി യാ റസൂലല്ലാഹ് ലിമാ അറദ്ത ഫനഹ്നു മഅക യാ റസൂലല്ലാഹ്. അതുകൊണ്ട് നബിയെ, അങ്ങ് ഉദ്ദേശിച്ചിടത്തേക്ക് അങ്ങ് പോകുക, അങ്ങയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. വല്ലദീ ബഅസക ബിൽ ഹഖ്, നബിയെ അങ്ങയെ ഹക്ക് കൊണ്ടയച്ച റബ്ബ് തന്നെയാണ് സത്യം. അങ്ങെങ്ങാനും ബിനാ ഹാദൽ ബഹർ, ഈ അറബിക്കടലിലേക്ക് ആർത്തിരമ്പി വരുന്ന പർവ്വതങ്ങൾക്ക് സമാനമായി കൊണ്ട് കടന്നു വരുന്ന തിരമാലകളിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞാൽ, അങ്ങതിലേക്ക് എടുത്തു ചാടിക്കഴിഞ്ഞാൽ അങ്ങയോടുകൂടെ ഈ കടലിലേക്കും ചാടാൻ ഞങ്ങൾ തയ്യാറാണ്. മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദൻ, ഇല്ല നബിയെ, ഒരാൾ പോലും ഒരിക്കലും തന്നെ പിന്മാറിൽ നബിയെ, ഞങ്ങൾ അങ്ങയോടുകൂടെ ഉണ്ടാകും. ഞങ്ങൾ യുദ്ധത്തിൽ ക്ഷമാശീലരായിക്കൊണ്ട് അങ്ങയോടുകൂടെ ഉണ്ടാകും. അങ്ങൊരു ആശങ്കയും വേണ്ട, ഞങ്ങളെക്കുറിച്ച് അങ്ങയുടെ മനസ്സിൽ യാതൊരു ആശങ്കയും വേണ്ട. അതുകൊണ്ട് നബിയെ ഫസ്സിർ ബിനാ അലാ ബർക്കത്തില്ല, നബിയെ അങ്ങ് ഞങ്ങളെക്കൊണ്ട് അള്ളാഹുവിന്റെ ബർക്കത്തോടുകൂടെ അങ്ങ് മുന്നേറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗലി സഅദ്, സഅദിന്റെ വാക്ക് മുത്തുനബി വല്ലാതെ ആനന്ദം കൊള്ളിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവേശഭരിതനായി. പ്രവാചകൻ പറഞ്ഞു, സീറൂ വബ്ശിറൂ, ഇത് നിങ്ങൾ സഞ്ചരിക്കൂ, സന്തോഷത്തോടുകൂടെ പോയിക്കൊള്ളുക. ഫഇന്നല്ലാഹ തആല ഖദ് വഅദനി ഇഹ്ദ തഈഫതൈൻ, രണ്ടാലൊന്ന് അല്ലാഹു എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഒരു പക്ഷേ ആ യാത്ര സംഘത്തെ നമുക്ക് ലഭിച്ചേക്കാം, അതല്ലെങ്കിൽ യുദ്ധത്തിൽ വിജയം ലഭിച്ചേക്കാം. നിങ്ങൾ ധൈര്യത്തോടെ പോകുക, നിങ്ങളൊരിക്കലും പേടിക്കേണ്ടതില്ല. സഹാബ കിറാമിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞു, മാത്രമല്ല ഞാനിപ്പോ ഇങ്ങനെ അൻദുറിലാ മസാരിഇൽ ഖൗം, മക്കയിലെ ഖുറൈശികൾ അവരെ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന ഓരോ സ്ഥലങ്ങൾ ഞാൻ കാണുകയാണ്. അബൂജഹൽ കിടക്കുന്ന സ്ഥലം, ഉമയ്യത്ത് വധിക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലം ഞാനിങ്ങനെ നോക്കിക്കാണുകയാണ്. സഹാബത്തെ പേടിക്കണ്ട, ധൈര്യത്തോടെ നിങ്ങൾ പോയിക്കൊള്ളുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സന്തോഷത്തോടുള്ള പ്രഖ്യാപനം സഹാബത്തിന് ആവേശഭരിതരാക്കി. കാരണം സഹാബത്തൊരു വാക്ക് പറഞ്ഞാൽ, സഹാബത്ത് പൊണ്ണി നബിയോട് പറഞ്ഞ, നബിയെ ഈ അറബിക്കടലിലേക്ക് എടുത്ത് ചാടാൻ പറഞ്ഞാൽ ചാടാൻ പോലും ഞങ്ങൾ സന്നദ്ധരാണെന്നല്ലോ. കടലിലേക്ക് ചാടാൻ അത് കേവലം ഒരു വാക്കായിരുന്നില്ല, നമ്മളൊക്കെ നമ്മുടെ നേതാക്കന്മാർക്ക് കൊടുക്കുന്നത് പോലെയുള്ള ഒരു വെറും വാക്കായിരുന്നില്ല. നേതാക്കന്മാരെ കാണുമ്പോൾ ആവേശം കൊള്ളിക്കാൻ വേണ്ടി, പ്രകമ്പനം കൊള്ളിക്കാൻ വേണ്ടി പ്രകടനം നടത്തുന്നത് പോലെയുള്ള കേവലം ഒരു വെറും വാക്കായിരുന്നില്ല സഹാബത്തിന്റെ. സഹാബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ചരിത്രം തെളിയിച്ചിട്ടുണ്ടല്ലോ. ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് നാം എത്തി നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോക്കുന്നെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇതുപോലെ ഒരു യുദ്ധത്തിന് പോയി. സഅദ് റളിയല്ലാഹു അൻഹു സ്വഹാബാ കിറാമുമായിക്കൊണ്ട് കിസ്ര രാജാവിന്റെ കൊട്ടാരം പിടിച്ചെടുക്കാൻ പോയ സംഭവമൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. വല്ലാത്ത അത്ഭുതകരമായ കാഴ്ചയായിരുന്നു മദായിൻ നഗരിൽ ഉണ്ടായിരുന്നത്. ശത്രുക്കൾ ടൈഗ്രീസ് നദിക്ക് അപ്പുറത്താണുള്ളത്, സഹാബത്ത് ഇപ്പുറത്തുമാണുള്ളത്. സഹാബത്തിനെ കടക്കാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ചരിത്രം രേഖപ്പെടുത്തുകയാണ്. സഹാബാക്കൾ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹും സൽമാൻ റളിയല്ലാഹു അൻഹും അവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. നേതൃപരമായി പങ്കുവഹിച്ചിരുന്നവരാണ്. അവർ സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ നമുക്ക് വിജയം ഉറപ്പാണ്, ശത്രുക്കളെ പരാജയപ്പെടുത്തണം നമുക്ക്. പക്ഷേ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, നമ്മളെല്ലാവരും ഈ നദിയിലേക്ക് എടുത്തു ചാടണം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു സഹാബത്തുൽ ഫഖതബ് സഅദുൽ മുസ്ലിമീന ലാ ഷാത്തിബുദ്ദ ഫഹമിദുല്ലാഹു വസ്ന അലൈഹി, ശത്രുക്കളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു നല്ലൊരു പ്രസംഗം നടത്തുകയാണ്. ഇനി നമുക്ക് രക്ഷയുണ്ടാകണമെങ്കിൽ ഈ നദിയിലേക്ക് എല്ലാവരും എടുത്തു ചാടണം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു സൽമാൻ റളിയല്ലാഹു അൻഹു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗല വനിഅമൻ നസീർ
എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് അവർ രണ്ടുപേരും ടൈഗ്രീസ് നദിയിലേക്ക് എടുത്തു ചാടുകയാണ്. സുബ്ഹാനല്ലാഹ്, ആർത്തിരമ്പി വരുന്ന ആ ടൈഗ്രീസ് നദിയിലേക്ക് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹും സഹാബത്തും എടുത്ത് ചാടിയപ്പോ സഹാബത്തിന്റെ കൂടെ സഅദ് റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാരും യാതൊരു പേടിയുമില്ലാതെ അവരും എടുത്തു ചാടുകയാണ്. ചരിത്രം പറയുന്നത് കാണാൻ കഴിയും. മുസ്ലിങ്ങളിൽ ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും സംഭവിച്ചില്ല, ഒന്നും നഷ്ടപ്പെട്ടില്ല. എല്ലാവരും എത്രത്തോളം ചരിത്രം പറയുന്നത്, കുതിരപ്പുറത്ത് പോയിരുന്ന സഹാബത്ത് പോലും ടൈഗ്രീസ് നദിയിലൂടെ പോകുമ്പോൾ പല സഹാബത്തും കുതിരപ്പുറത്തായിരുന്നു. കുതിരയുടെ കാലിന്റെ അടി പോലും നനഞ്ഞില്ല, ഒരാളുടെ ഒന്നുപോലും നഷ്ടപ്പെട്ടില്ല. ആകെ നഷ്ടപ്പെട്ടത് മാലിക് ബിൻ ആമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരമ്പ് മാത്രമായിരുന്നു. ചരിത്രം രേഖപ്പെടുത്താൻ സാധിക്കും. മാലിക് ബിൻ ആമർ റളിയല്ലാഹുവിന്റെ ഒരു അമ്പ് നഷ്ടപ്പെട്ടു പോയപ്പോൾ അദ്ദേഹം കരഞ്ഞുപോയി. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പടച്ചവനെ എല്ലാവരും രക്ഷപ്പെടുത്തി, എന്റെ അമ്പ് മാത്രമാണല്ലോ, ഇവർക്കുള്ളിൽ എന്നെ നീ വഷളാക്കല്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മാലിക് ബിൻ ആമർ റളിയല്ലാഹു പൊട്ടിക്കരഞ്ഞപ്പോ മഹാനായ മാലിക് റളിയല്ലാഹുവിന്റെ അമ്പത അവർ അക്കരെ എത്തുമ്പോൾ തിരമാലകളിലൂടെ ആ അമ്പും അക്കരയിലേക്ക് എത്തുകയാണ്, ഒന്നും നഷ്ടപ്പെടാതെ. സത്യത്തിൽ ഇവർ ടൈഗ്രീസ് നദിയിലേക്ക് എടുത്തു ചാടിയപ്പോൾ ശത്രുക്കൾ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവർ ഭ്രാന്തന്മാരാണ്, മജാനീൻ യഖൂലൂന മജാനീൻ മജാനീൻ, അവർ ഭ്രാന്തന്മാരാണ് വരുന്നത്. ഇത്ര വലിയ ശക്തമായ ഒഴുക്കുള്ള ടൈഗ്രീസ് നദിയിലേക്ക് ഒരു വാഹനവുമില്ലാതെ, ബോട്ടില്ലാതെ, കപ്പലില്ലാതെ, മറ്റ് സംവിധാനങ്ങളൊന്നുമില്ലാതെ എടുത്തു ചാടിയ ഭ്രാന്തന്മാരാണ് അവരെന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാലിന്റെ അടി പോലും നനയാതെ സഹാബത്ത് അക്കരയിലേക്ക് എത്തുന്നത്. ഇത് കണ്ടപ്പോൾ അവർ പറയാൻ തുടങ്ങി, നമ്മൾ യുദ്ധം ചെയ്യുന്നത് മാ തുഖാത്തിലൂന ഇൻസൻ ബൽ തുഖാത്തിലൂന ജിന്ന, നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് മനുഷ്യരോടല്ല, ഇതൊരു ഭൂതവർഗമാണ്. ഇനി ഇവിടെ നിന്നാൽ നമുക്ക് രക്ഷയില്ല, ഓടി രക്ഷപ്പെടാം. ഞാൻ പറഞ്ഞത് സഹാബത്ത് മുത്തുനബിയോട് പറഞ്ഞത്, നബിയെ ബദറിലേക്ക് അങ്ങ് പോകാൻ പറഞ്ഞാൽ മാത്രമല്ല, കടലിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞാൽ അതിനും സന്നദ്ധരാണെന്ന് പറഞ്ഞത് കേവലം ഒരു വെറും വാക്കായിരുന്നില്ല. സഹാബാ കിറാം അത് നടപ്പിലാക്കി കാണിച്ചു കൊടുത്തവരാണ്. സഹാബാ കിറാം ചാടി എന്ന് മാത്രമല്ല, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ, സൽമാൻ ഫാരിസി റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ രണ്ടുപേരും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ചൊല്ലേണ്ട ഒരു ദിക്റാണത്. പ്രയാസഘട്ടങ്ങളിലൊക്കെ പതിവാക്കേണ്ട ഏറ്റവും നല്ല ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അവർ അക്കരയിലെത്തുന്നു. ആ കൊട്ടാരം അത്ഭുതകരമായ കാഴ്ചയായിരുന്നു മദായ നഗരിൽ ഉണ്ടായത്. ശത്രുക്കൾക്ക് പറയേണ്ടി വന്നു, ഇവർ മനുഷ്യരല്ല, ഭൂതവർഗമാണ്. അവർ ഓട്ടം തുടങ്ങി. മദായിൻ പട്ടണവും ചക്രവർത്തിയുടെ കൊട്ടാരവും മുസ്ലിമീങ്ങൾക്ക് അധീനമായി. കിസ്രയുടെ വള, ആ കിസ്ര കൊട്ടാരത്തിന്റെ വള മഹാനായ സുറാക്കയുടെ കയ്യിലണിയുകയാണ്. സുറാക്ക, അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഇവരെ അക്കരക്കെത്തിയപ്പോൾ സുറാക്കയാണ് ആ കൊട്ടാരത്തിന്റെ വാതിലിന്റെ പട്ടക്കല്ല് പിടിച്ചത് സുറാക്കയായിരുന്നു. അതിന്റെ പിന്നിലും ഒരു ചരിത്രമുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഹിജ്റ പോകുന്ന സമയത്ത് പ്രവാചകനെ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ 100 ഒട്ടകം സമ്മാനമായി കൊണ്ട് വാഗ്ദാനം ചെയ്യുകയാണ്. ആര് മുഹമ്മദിന്റെ തല കൊണ്ടുവരുന്നുവോ അവർക്ക് 100 ഒട്ടകം കൊടുക്കാം. ഇത് കേട്ട് ശത്രുക്കൾ പല ഭാഗത്തേക്കും തിരിഞ്ഞു. കൂട്ടത്തിൽ സുറാക്ക പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടികൂടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഈ ഒട്ടകത്തെ കിട്ടണമെന്നുള്ള 100 ഒട്ടകത്തെ കിട്ടണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടുകൂടെ സുറാക്കയും പുറപ്പെട്ടു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏകദേശം അടുത്തെത്തി. പ്രവാചകനെ പിടിക്കാൻ തന്റെ കൈയങ്ങ് നീട്ടിയപ്പോൾ സുറാക്ക ഭൂമിയിലേക്ക് ആണ്ടുപോയി, ഭൂമിയിലേക്ക് താന്നുപോയി. ഈ താന്ന് ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സുറാക്ക പൊട്ടിക്കരഞ്ഞു. സുറാക്കയുടെ അട്ടഹാസവും പൊട്ടിക്കരച്ചലും കേട്ട് പ്രവാചകൻ തിരിഞ്ഞു നോക്കുമ്പോൾ സുറാക്ക ഇങ്ങനെ ഭൂമിയിലേക്ക് ആണ്ടുപോകുകയാണ്. സുറാക്ക പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു, മുഹമ്മദ് തെറ്റുപറ്റിപ്പോയി, ഇല്ല, ഇനിയൊരിക്കലും ഞാനൊന്നും ചെയ്യില്ല, അങ്ങയെ വേദനിപ്പിക്കില്ല, അങ്ങയെ പ്രയാസപ്പെടുത്തില്ല, അങ്ങയെ ഞാൻ ആക്രമിക്കുകയില്ല, എന്നെ രക്ഷപ്പെടുത്തണം. ദയാലുവായ ഉദാര മനസ്സിന്റെ ഉടമയായ മഹാനായ പ്രവാചകർ പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുറാക്കയെ രക്ഷപ്പെടുത്തുകയാണ്. സുറാക്ക രക്ഷപ്പെട്ട് തിരിച്ചു വരുമ്പോൾ അല്പം മുന്നോട്ട് പോയപ്പോൾ സുറാക്കയുടെ മനസ്സിൽ വീണ്ടും ആ 100 ഒട്ടകത്തിന്റെ ചിന്ത വരികയാണ്. മുഹമ്മദിന് ഇത്ര അടുത്ത്, കൈയിന്റെ അടുത്ത് കിട്ടിയിട്ട് ആ ഒട്ടകം നഷ്ടപ്പെടുത്തുകയോ? വീണ്ടും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കണമെന്ന ചിന്തയോടുകൂടെ സുറാക്ക വീണ്ടും കൂടുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്കെത്തി തിരുബിയൊന്ന് പിടിക്കാൻ വേണ്ടി സുറാക്ക കൈനീട്ടിയപ്പോൾ സുറാക്ക വീണ്ടും ഭൂമിയിലേക്ക് കണ്ടുപോകുകയാണ്. സുറാക്ക പൊട്ടിക്കരഞ്ഞു.
പ്രവാചകൻ തിരിഞ്ഞു നോക്കി. സുറാഖ് ഇങ്ങനെ ഭൂമിയിലേക്ക് കണ്ടുപോകുന്ന രംഗമാണ്. സുറാഖ് പറഞ്ഞു, ഇല്ല മുഹമ്മദ്, ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല, എന്റെ അടുക്കൽ ഇനി ഇത് ഉണ്ടാവില്ല. പ്രവാചകൻ വീണ്ടും ക്ഷമിച്ചു, മാപ്പ് കൊടുത്തു. സുറാഖ് പൊന്തി. പ്രവാചകൻ മൂന്നാമത്തെ ഘട്ടം സുറാഖയുടെ കൈ ഒടിച്ചുകൊണ്ടിരുന്നു. സുറാഖ, നിന്റെ ഈ കൈ കൊണ്ട് കിസ്റ രാജാവിന്റെ കൊട്ടാരം, മദായിനിലെ ആ വലിയ കൊട്ടാര, വെള്ളക്കൊട്ടാരം നിന്റെ കൈ കൊണ്ട് തുറക്കുന്ന രംഗം, അത് നിനക്ക് സന്തോഷമാകുന്നില്ലേ? അതുപോലെ നിനക്കെന്തിനാണ് 100 ഒട്ടകം? സുറാഖ് അതിർകൊണ്ട് തൃപ്തിപ്പെട്ടു. സുറാഖ് മുസ്ലിമായ ചരിത്രത്തിൽ കാണാം. ആ ചരിത്രം കൂടി, ആ സംഭവം കൂടി പുലരുന്ന സുറാഖയുടെ ജീവിതത്തിലെ വലിയൊരു മഹാസംഭവം കൂടിയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. സ്വഹാബാക്രാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കേവലം ഒരു ആലങ്കാരിക പദപ്രയോഗമായിരുന്നില്ല, കേവലം ഒരു പറച്ചിലായിരുന്നില്ല. അവരുടെ മനസ്സ് തട്ടിക്കുള്ള പറച്ചിലാണ്, യാഥാർത്ഥ്യമാക്കാൻ അവർ തയ്യാറാക്കിക്കൊണ്ടുള്ള പറച്ചിലാണ്. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ടല്ലോ. മഹാനായ ആമിർ ഇബ്നു ഹദ്റമി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ കുറിച്ചൊക്കെ അലാ ഹദ്റമി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ അദ്ദേഹം ചരിത്രത്തിൽ കാണാം. അദ്ദേഹം മുജാബുദ് ദഅവയായിരുന്നു, ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളായിരുന്നു. അദ്ദേഹം സമുദ്രത്തിൽ പ്രവേശിച്ചു. അദ്ദേഹം ഒരു അമീറായിക്കൊണ്ട് യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ, ഉമറുല്ലാഹിന്റെ കാലഘട്ടത്തിൽ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം സമുദ്രത്തിൽ പ്രവേശിച്ചു. എത്രത്തോളം ചരിത്രം രേഖപ്പെടുത്തുന്നത്, അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിനടിയിലുള്ള മണ്ണ് ഉണങ്ങിയിരുന്നു. ആ മണ്ണ് പോലും നനഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കാലിന്റെ അടിയിലുള്ള പൊടി പോലും, അത്രത്തോളം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒട്ടകത്തിന്റെ അതല്ലെങ്കിൽ കുതിരയുടെ കുളമ്പിന്റെ താഴ്ഭാഗത്തുണ്ടായിരുന്ന പൊടി പോലും നനഞ്ഞില്ല. വളരെ അത്ഭുതകരമായിക്കൊണ്ട് മഹാനായ അലാ റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുകയാണ്. അതുപോലെ തന്നെ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ഒട്ടേറെ ആളുകൾ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായ ഒട്ടേറെ ആളുകൾക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അവരൊക്കെ പറഞ്ഞത് കേവലം ഒരു പറച്ചിലായിരുന്നില്ല, കേവലം വെറുതെ ഒരു പറച്ചിലായിരുന്നില്ല. ഞങ്ങൾ സമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ തയ്യാറാണെന്ന് പറഞ്ഞ് വെറുതെ ആയിരുന്നില്ല. അവർ പറഞ്ഞു, നബിയെ, അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ സമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ തയ്യാറാണ്. ആർത്തിരുമ്പി വരുന്ന ഈ കടലിലേക്ക് എടുത്തു ചാടാനും ഞങ്ങൾ തയ്യാറാണ്, അങ്ങൊരു വാക്ക് പറഞ്ഞാൽ മതി. അതുകൊണ്ട് നബിയെ, ധൈര്യസമേതം അങ്ങ് മുന്നേറുക, അങ്ങയുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്. പ്രവാചകൻ വലിയ സന്തോഷമായി. പ്രവാചകൻ വിജയം ഉറപ്പുകൊടുത്തു. 2-1 ഉറപ്പുകൊടുത്ത് യുദ്ധത്തിലേക്ക് പുറപ്പെടുകയാണ്. എന്നാൽ ഖുറൈശികൾ അടുക്കലോ എവിടെ വരെ കേട്ട് എനിക്കറിയില്ല. നിലവിന് ബാക്കി 2 മിനിറ്റ് ഉണ്ട്. സുറാഖ അല്ലേ? സുറാഖ രക്ഷപ്പെട്ടോ? സുറാഖ മുസ്ലിമായി കേട്ടോ. ഏതായാലും സുറാഖയുടെ കൈ കൊണ്ടാണ് ആ കൊട്ടാരം പിന്നീട് പിടിച്ചെടുത്തത്. അതവിടെ ഇരിക്കട്ടെ, ചരിത്രം കൂടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇരിക്കട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും യുദ്ധത്തിന് പോകുന്ന ചരിത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. സഹാബത്ത് ഏറെ താല്പര്യത്തോടുകൂടെ, ഏറെ ആവേശത്തോടുകൂടെയായിരുന്നു യുദ്ധത്തിന് പുറപ്പെട്ടത്. എന്നാൽ ശത്രുപക്ഷം താല്പര്യമില്ലാതെ, യുദ്ധത്തിന് ഏറെ തീരുമാനമെടുക്കാൻ എല്ലാവരും മുന്നിലുണ്ടായിരുന്നുവെങ്കിലും യുദ്ധം തീരുമാനിച്ചതിന് ശേഷം ശത്രുപക്ഷം ഒന്നടങ്കം പിന്മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത്. നേതാക്കന്മാരൊക്കെ ഒഴിഞ്ഞു മാറി. അബൂലഹബ് പറഞ്ഞു, ഇല്ല, ഞാൻ യുദ്ധത്തിന് വരില്ല. ഉമയ്യത്ത് പറഞ്ഞു, ഞാനും യുദ്ധത്തിന് വരില്ല. യുദ്ധം തീരുമാനിച്ചപ്പോൾ അവരെ തീരുമാനം വെക്കാനുള്ള ഒരാൾ പിന്മാറുകയാണെങ്കിൽ പകരം ഒരാൾ അയക്കണമെന്നൊക്കെ തീരുമാനം ഉണ്ടായിരുന്നെങ്കിലും യുദ്ധത്തിന് പുറപ്പെട്ടു നോക്കുമ്പോൾ പലരെയും കാണാനില്ല. എത്രത്തോളം അവരുടെ നേതാവായിരുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഠിന ശത്രുവായിരുന്ന അബൂലഹബ് പോലും യുദ്ധത്തിന് സന്നദ്ധനായില്ല. ആളുകൾ ചെന്നു അബൂലഹബിനോട് പറഞ്ഞു, ഇന്നക സയ്യിദുൻ മിൻ സാദാത്തി ഖുറൈശ്, അങ്ങ് ഖുറൈശികളുടെ നേതാവാണ്, അങ്ങ് പിന്മാറിയാൽ വഇന്നക ഇൻ തഖല്ലഫ്ത അനിൻ നഫീർ യഅതബിർ ബിക ഗൈറുക മിൻ ഖൗമിക, അങ്ങ് പിന്മാറിക്കഴിഞ്ഞാൽ അങ്ങയെ കണ്ടിട്ട് അങ്ങയുടെ സമുദായത്തിലെ ഒട്ടേറെ ആളുകൾ പിന്മാറും. ദയ വിചാരിച്ച അബൂലഹബ്, അങ്ങ് പിന്മാറരുത്, അങ്ങ് യുദ്ധത്തിന് ഞങ്ങളെ കൂടെ തരണം, അങ്ങ് ഞങ്ങളെ സഹായിക്കണം, അങ്ങ് ഞങ്ങളെ കൂടെ ഉണ്ടാവണം. അബൂലഹബ് തയ്യാറായില്ല.
അവസാനം അബൂജഹൽ ചെല്ലുകയാണ്. അബൂജഹൽ ചെന്നിട്ട് അബൂജഹൽ പറഞ്ഞു, വിചാരിച്ചുക്കും വിചാരിച്ച് നമ്മുടെ ദൈവത്തെ, നമ്മുടെ പൂർവിതാക്കന്മാരുടെ ദൈവത്തേക്ക് ആക്ഷേപിച്ച ഒരാളുടെ യുദ്ധത്തിനാണല്ലോ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് അബൂലഹബ് അങ്ങ് വിചാരിച്ച് യുദ്ധത്തിന് പോരണം. എന്തു പറഞ്ഞാലും അബൂലഹബ് പറഞ്ഞു, ഞാൻ പോരൂല, ഞാനില്ല യുദ്ധത്തിന്, ഞാനൊരിക്കലും യുദ്ധത്തിനില്ല. കാരണം അബൂലഹബിനെ നന്നായിട്ടറിയാം, തന്റെ മകന്റെ കഥ തന്നെ അറിയുന്നത് കൊണ്ട് അബൂലഹബ് പറഞ്ഞു, ഞാൻ യുദ്ധത്തിനില്ല. ആത്തിക്കയുടെ സ്വപ്നമായിരുന്നു. ആത്തിക്കയുടെ സ്വപ്നമാണ് അബൂലഹബിന്റെ മനസ്സിലുള്ളത്. ആ സ്വപ്നം യാഥാർത്ഥ്യമായതാണല്ലോ. അതുകൊണ്ട് ആ സ്വപ്നത്തിലുണ്ടായ സംഭവങ്ങൾ പുലരുക തന്നെ ചെയ്യുമെന്നുള്ള ഉത്തമ ബോധമുള്ളതുകൊണ്ട് അബൂലഹബ് പറഞ്ഞു, ഞാൻ പോരില്ല, ഞാൻ ഒരിക്കലും പോരില്ല. ഒരുപാട് പറഞ്ഞു നോക്കി. അബൂലഹബ് ധാരാളം പല പ്രാവശ്യം അബൂജഹൽ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം പറഞ്ഞു, ഞാൻ വരൂല. അവസാനം അബൂജഹൽ വിഷമത്തോടുകൂടെ തിരിച്ചു പോന്നു. വളരെ പ്രയാസത്തോടുകൂടിയാണ് ചരിത്രം രേഖപ്പെടുന്നത്. വലിയ വിഷമത്തോടുകൂടിയായിരുന്നു അബൂജഹൽ തിരിച്ചു പോന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമയ്യത്ത് പറഞ്ഞു, ഞാനും വരുന്നില്ല യുദ്ധത്തിന്, ഞാനും യുദ്ധത്തിനില്ല. വലിയ നേതാക്കന്മാർ, ഖുറൈശിലെ പ്രമുഖർക്കൊന്നും യുദ്ധത്തിന് തയ്യാറാകുന്നില്ല. പ്രവാചകന്റെ കൂടെ പാവങ്ങളായ, ആയുധങ്ങളില്ലാത്ത, ഒന്നിനും കഴിയാത്ത സഹാബത്ത് പറയുന്നു, കടലിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞാൽ ഞങ്ങൾ കടലിലേക്ക് ചാടാനും തയ്യാറാണെന്ന് പറയുന്നു സഹാബത്ത് ഒരു പക്ഷത്ത്. എല്ലാവിധ ആയുധങ്ങളും സമ്പത്തും എല്ലാ സന്നാഹമുണ്ടെങ്കിലും മനക്കരുത്ത്, ഈമാൻ എന്ന് പറയുന്ന മനസ്സിന്റെ ധൈര്യമില്ലാത്തതുകൊണ്ട് ശത്രുക്കൾ പറയുന്നു, ഞങ്ങളില്ല. ഉമയ്യത്ത് പറയാനൊരു കാരണമുണ്ട്. എന്താണ് അതിന്റെ കാരണം? ചരിത്രം രേഖപ്പെടുന്നതാണ് സാധിക്കും. ഉമയ്യത്ത് സഅദ് റളിയല്ലാഹുവിനുമായി കൊണ്ട് വലിയ ബന്ധമായിരുന്നു. മദീനത്തേക്ക് ഉമയ്യത്ത് പോകുമ്പോഴൊക്കെ ഉമയ്യത്ത് താമസിച്ചിരുന്ന മർറബിൽ മദീനത്തി നസല അലാ സഅദിന്റെ വീട്ടിലായിരുന്നു, മഹാനായ സഅദ് റളിയല്ലാഹുവിന്റെ വീട്ടിലായിരുന്നു ഉമയ്യത്ത് മദീനത്ത് പോകുമ്പോഴൊക്കെ താമസിച്ചിരുന്നത്. വകാന സഅദുൻ ഇദാ മർറ ബിമക്കത്ത നസല അലാ ഉമയ്യ. സഅദ് റളിയല്ലാഹു മക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ സഅദ് റളിയല്ലാഹു താമസിച്ചിരുന്നത് ഉമയ്യത്തിന്റെ വീട്ടിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഅദ് റളിയല്ലാഹു മക്കയിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുകയും ഉംറ ചെയ്യാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് മഹാനായ സഅദ് റളിയല്ലാഹു മക്കയിൽ വന്നു. ഫനസല അലാ ഉമയ്യ ബിമക്ക. മക്കയിൽ വന്നുകൊണ്ട് ഉമയ്യത്തിന്റെ വീട്ടിൽ വരികയാണ്. ഉമയ്യത്തിനോട് പറഞ്ഞു, എനിക്ക് ഒന്നുള്ളി സാഅ, എനിക്കൊരു സമയം താങ്കൾ കണ്ടെത്തണം. ലഅല്ലി അൻ നതുഫ ബിൽ ബൈത്ത്, പ്രസിദ്ധമായ കഅബയിൽ തവാഫ് ചെയ്യാൻ ആളുകളില്ലാത്ത, ശത്രുക്കളില്ലാത്ത ഒരു നല്ലൊരു സമയം എനിക്കങ്ങ് പറഞ്ഞു തരണം. ഉമയ്യത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്താൽ മതി, ഉച്ച സമയത്ത് നീ വരികയാണെങ്കിൽ ആ സമയത്ത് ആവനവിടെ ഉണ്ടാവുകയില്ല. ഉച്ച സമയത്ത് നീ തവാഫ് ചെയ്യാൻ വേണ്ടി പ്രസിദ്ധമായ കഅബയിലേക്ക് വന്നാൽ മതി. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആളുകളില്ലാത്ത സമയം നോക്കി പ്രസിദ്ധമായ കഅബയിലേക്ക് ഫഖറജ ബിഹി ഖരീബൻ മിൻ നിസ്ഫിൻ നഹാർ. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിനോട് കൂടെ പ്രസിദ്ധമായ കഅബയിൽ തവാഫ് ചെയ്യാൻ ഉച്ച സമയത്ത് കഅബയിലേക്ക് പോവുകയാണ്. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പോയത്. പക്ഷേ ഫലക്കിയഹുമ അബൂജഹൽ, രണ്ടുപേരെയും അബൂജഹൽ കണ്ടുമുട്ടി. ഫഖാല, അബൂജഹൽ പറഞ്ഞു, യാ അബാ സുഫ്വാൻ മൻ ഹാദാ മഅക്. ഉമയ്യത്തിനോട് ചോദിച്ചു, അബൂ സുഫ്വാൻ, ഉമയ്യത്തെ നിന്റെ കൂടെ ആരാണുള്ളത്? ഫഖാല, ഉമയ്യത്ത് പറഞ്ഞു, ഹാദാ സഅദ്, എന്റെ കൂടെ സഅദ് റളിയല്ലാഹു അൻഹുള്ളത്. ഫഖാല ലഹു അബൂജഹൽ, അപ്പോൾ അബൂജഹൽ പറഞ്ഞു, അലാ അറാക തഖൂതു ഫി മക്ക ആമിന. എന്താണ് ഈ കാണുന്നത്? നീ മക്കയിൽ വന്നിട്ട് സഅദേ നിർഭയനായിക്കൊണ്ട് നീ മക്കയിൽ തവാഫ് ചെയ്യുകയോ? ആ പുതുമതസ്ഥരായ ആളുകൾക്ക്, പൊതുവിശ്വാസികൾക്ക് അഭയം കൊടുത്തവരല്ലേ, അവരെ സഹായിച്ചവരല്ലേ നിങ്ങൾ? ആ മുഹമ്മദിനെയും സമുദായത്തെയും കൂട്ടരെയും സഹായിക്കുമെന്നും അവരെ സംരക്ഷിക്കുമെന്നും വാദിക്കുന്നവരല്ലേ നിങ്ങൾ? നിങ്ങൾക്കിവിടെ തവാഫ് ചെയ്യാൻ, നിർഭയരായിക്കൊണ്ട് തവാഫ് ചെയ്യാൻ ആരാണ് നിങ്ങൾക്ക് അവസരം തന്നത്? ആരാണ് നിങ്ങളെ സഹായിക്കുന്നത്? ഉമയ്യത്തിനോട് ദേഷ്യപ്പെട്ടു. അമാ വല്ലാഹി ലൗലാ അന്നക മഅ അബീ സുഫ്വാൻ മാ റജഅത ഇലാ അഹ്ലിക സലിമ. സഅദ്, നീ ഉമയ്യത്തിന്റെ കൂടെ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത്. അല്ല, നീ തനിച്ചായിരുന്നു ഈ സമയത്ത് മക്കയിലേക്ക് വന്നിരുന്നെങ്കിൽ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ സഅദേ നിനക്ക് കഴിയുമായിരുന്നില്ല. അബൂജഹൽ ഗർജിക്കുകയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു ദേഷ്യം പിടിച്ചുപോയി. സഅദ് റളിയല്ലാഹു ദേഷ്യം പിടിച്ചു. സങ്കടം സഹിക്കവയ്യാതെ
വറഫഅ സൗതഹു അലൈഹി. സഅദ് റളിയല്ലാഹു അൻഹു ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു, അമാ വല്ലാഹി ലഇൻ മനഅതനി ഹാദാ ലഅംനഅക മാ ഹുവ അശദ്ദു അലൈക മിൻഹു തരീകക അലൽ മദീന. എന്നെങ്ങാനും മക്കത്ത് വെച്ചുകൊണ്ട് തവാഫ് ചെയ്യാൻ സമ്മതിക്കാതെ തടസ്സം നിന്ന് കഴിഞ്ഞാൽ അബൂജഹലെ, മദീനയുടെ വഴിയോരങ്ങളിലൂടെ കടന്നുപോകാൻ നിന്നെയും നിന്റെ സമുദായത്തെയും നിന്റെ കൂട്ടാളികളെയും ഞാൻ അനുവദിക്കില്ല. ശക്തമായി പ്രതികരിച്ചു, ശക്തമായ ശബ്ദത്തിൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. ഇത് കേട്ടപ്പോ ഫഖാലഹു ഉമയ്യ, സഅദ് റളിയല്ലാഹു അൻഹു ഉമയ്യ പറഞ്ഞു, സഅദേ ലാ തർഫ സൗതക യാ സഅദ് ലാ അബുൽ ഹക്കം. സഅദ്, ഒരിക്കലും അബൂജഹലിന്റെ മേൽ നീ ശബ്ദമുയർത്തരുത്. അദ്ദേഹം സയ്യിദ് അഹ്ലുൽ വാദ്, ഈ നാടിന്റെ നേതാവാണ്. ഞങ്ങളെ കാത്തിരിക്കുന്ന ഈ വ്യക്തിയേക്കാൾ നീ ശബ്ദമുയർത്തുകയോ? എന്താണ് സഅദ് നീ ചെയ്യുന്നത്? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിനോട് പറഞ്ഞു, ദഅന അൻക യാ ഉമയ്യ, ഉമയ്യത്തെ ഇതിൽ നീ ഇടപെടണ്ട, ഞാനും അബൂജഹലുമായിക്കൊണ്ടുള്ള സംഭാഷണത്തിൽ ഇടപെടണ്ട. വല്ലാഹി, വീണ്ടും ഉമയ്യത്ത് പറഞ്ഞു, സഅദ് നീ ഒരിക്കലും അബൂജഹലിനേക്കാൾ ശബ്ദമുയർത്തരുത്. ഇത് കേട്ടപ്പോൾ സഅദ് റളിയല്ലാഹു ദേഷ്യം പിടിച്ചു. സഅദ് റളിയല്ലാഹു പറഞ്ഞു, വല്ലാഹി ലഖദ് സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്നഹും ഖാതിലുക. ഉമയ്യ, മുത്തുനബി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, മുത്തുനബി പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊല്ലുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഉമയ്യത്ത് ഞെട്ടിപ്പോയി, ഉമയ്യത്ത് തരിച്ചുപോയി. ഉമയ്യത്ത് ചോദിച്ചു, മക്കയിൽ വെച്ചുകൊണ്ടുകൊല്ലുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. സഅദ് പറഞ്ഞു, ലാദ്രി, അതൊന്നും എനിക്കറിയില്ല, നിന്നെ കൊല്ലുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഉമയ്യത്താകെ പേടിച്ചു പരിഭ്രമിച്ചു പോയി, ആകെ ബേജാറായി. മുഹമ്മദ് അഗരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കും. ഫലമ്മാ റജഅ ഉമയ്യത്തു ഇലാ അഹ്ലിഹി, തന്റെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ ഭാര്യയോട്, മോളെ, എന്നോട് സഅദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഭാര്യ ചോദിച്ചു, മാ ഖാല ലക, എന്താണ് സഅദ് പറഞ്ഞത്? ഖാല സഅമ അന്ന മുഹമ്മദൻ അഖ്ബറഹും അന്നഹും ഖാതിലൂൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ഉണ്ടല്ലോ, ആ മുഹമ്മദ് അവരോട് പറഞ്ഞിട്ടുണ്ടത്രേ എന്നെ കൊല്ലുമെന്ന്. ഇത് കേട്ടപ്പോൾ ഭാര്യയും പേടിച്ചുപോയി. ഭാര്യ പറഞ്ഞു, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടക്കുക തന്നെ ചെയ്യും. ഉമയ്യത്ത് പറഞ്ഞു, ഇല്ല, ഇനി ഞാൻ ഒരിക്കലും പുറത്തിറങ്ങില്ല. ലാ അഖ്റുജു മിൻ മക്ക, ഇനി മക്ക വിട്ട് ഞാൻ പുറത്തേക്ക് പോകില്ല. യസ്രീബിന്റെ പുത്രൻ, മദീനയുടെ പുത്രൻ മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇല്ല, ഇനി ഞാൻ മക്ക വിട്ടുകൊണ്ട് മറ്റൊരു പ്രദേശത്തേക്ക് പോകുക തന്നെയില്ല. ഈ കാരണം കൊണ്ടാണ് ബദർ യുദ്ധത്തിലേക്ക് വിളിച്ചപ്പോൾ ഉമയ്യത്ത് പറഞ്ഞു, ഞാൻ വരില്ല. ഈ സമയത്താണ് അബൂജഹൽ കയറി വരുന്നു. അബൂജഹൽ വന്നിട്ട് പറഞ്ഞു, ഉടൻ തന്നെ പുറപ്പെടണേ അബാ സഫ്വാൻ, ഇന്നക മത്താമായ റാഖ്, നീ എന്താണ് ഈ കാണിക്കുന്നത്? ജനങ്ങളെ കണ്ടോ, നിന്നെ കണ്ടുകൊണ്ട് അവരും പിന്തിരിഞ്ഞു പോകില്ലേ? നീ എന്താണ് ചെയ്യുന്നത്? നീ ഇതിന്റെ നേതാവാണ്, ഈ നാടിന്റെ നേതാവാണ്, ഈ പ്രദേശത്തെ നേതാവാണ്. നീ പിന്മാറിയാൽ നിന്റെ കൂടെ ബാക്കിയുള്ളവരും പിന്മാറില്ലേ? നീ എന്ത് പണിയാണ് ചെയ്യുന്നത്? ദേഷ്യപ്പെട്ടുകൊണ്ട് അബൂജഹൽ വല്ലാത്ത ദേഷ്യത്തിലായി. അബൂജഹൽ പറഞ്ഞു, ഇന്നമാ അന്തംറഅ, നീ ഒരു പെണ്ണാണ്, എനിക്ക് നീ ഏറ്റവും നല്ലത് സുറുമയുമിട്ട് പെണ്ണുങ്ങളെപ്പോലെ പെൺപൂസനായി താമസിക്കലാണെന്നൊക്കെ പറഞ്ഞ് ഒട്ടേറെ ശകാരങ്ങൾ ഉമയ്യത്തിനെതിരിൽ അബൂജഹൽ നടത്തിയപ്പോൾ ഉമയ്യത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഉമയ്യത്ത് പറഞ്ഞു, ഞാനും പോരാം, നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്യണം, ഈ നാട്ടിൽ നല്ലൊരു ഒട്ടകത്തെ എനിക്ക് വാങ്ങിത്തരണം. അങ്ങനെ 300 ദിർഹം കൊടുത്തുകൊണ്ട് ആ നാട്ടിലെ ഉന്നതമായ ഏറ്റവും നല്ല ഒരു ഒട്ടകത്തെ വാങ്ങിക്കൊടുക്കുകയാണ്. ആ ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ട് ഉമയ്യത്ത് പോകാൻ പുറപ്പെട്ടപ്പോ ഭാര്യ പറഞ്ഞു, ഉമയ്യത്ത്, ഭർത്താവേ, വഖദ് നസീതമാ ഖാലക അഖൂഖൽ ഇസ്രീബി, നിങ്ങളോട് സഅദ് പറഞ്ഞത് ഓർമ്മല്ലേ? നിങ്ങളെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ലേ? എന്തിനാണ് അങ്ങ് പുറപ്പെട്ടത്? ഉടൻ തന്നെ ഉമയ്യത്ത് പറഞ്ഞു, മോളെ, ലാ, ഒരിക്കലും തന്നെ ഇല്ല, ഞാൻ പുറപ്പെടുന്നില്ല. ഞാൻ ഇവരെ രക്ഷപ്പെടാൻ വേണ്ടി, ഇവരെ മുമ്പ് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്. ലാ യൻസിലു മാ ഉരീദു അൻ നജൂസ മഅഹും ഇല്ലാ കരീബ, ഞാൻ കുറച്ചങ്ങ് പോയിട്ട് വഴിക്കന്ന് തിരിച്ചു പോന്നോളാം. ഈ അബൂജഹലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താൽക്കാലികം പുറപ്പെടുകയാണ്. പക്ഷേ വലമ്മാ ഖറജ ഉമയ്യ അഖദ ലാ യൻസിലു മൻസിൽ ഇല്ലാ അഖലബ ഇർഹു വലം യൻസിൽ ബിദാലിക ഹത്താ ഖതലഹു അല്ലാഹു അസ്സ വജൽ. ഉമയ്യത്തിന് തിരിച്ചു പോരാൻ അബൂജഹലും കൂട്ടരും സമ്മതിച്ചില്ല. അങ്ങനെ ഉമയ്യത്ത് യുദ്ധത്തിൽ വെച്ചുകൊണ്ട് മരണപ്പെടുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറഞ്ഞ സംഘത്തിനെ കൊണ്ട് ബദറിലേക്ക് പുറപ്പെടുമ്പോൾ
കൂടെയുള്ള സഹാബത്ത് ആവേശഭരിതരായിക്കൊണ്ട് നബി അങ്ങനെന്ത് പറഞ്ഞാലും ഞങ്ങൾ സന്നദ്ധരാണെന്ന് പുറപ്പെട്ടപ്പോ മക്കയിലെ ധീരരും വലിയ സമ്പന്നരും എല്ലാവിധ സന്നാഹവുമുള്ളവർ അവർ പറഞ്ഞു ഞങ്ങളില്ല. ധിക്കാരമായിരുന്നവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ പരാജയം അവർക്ക് ഉറപ്പായിരുന്നു. അവർ തയ്യാറായില്ല. ഏതായാലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംഘവും, ഞാൻ ചുരുക്കുകയാണ്, സമയം ഏറെ നീണ്ടുപോയതുകൊണ്ട്, ബദർ എത്ര പറഞ്ഞാലും തീരാത്ത വലിയ സംഭവമായതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ബദർ യുദ്ധത്തിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബദറിലേക്കുള്ള പോക്കൊക്കെ നമ്മളൊക്കെ ചരിത്രങ്ങൾ ഒരുപാട് കേട്ടവരാണ്, ഒരുപാട് കേട്ടതാണ്. മഹാനായ മൊയ്യൻകുട്ടി വൈദ്യരുടെ പാട്ടിലൂടെയും മറ്റുമൊക്കെ ബദറിലെ വലിയ വലിയ സംഭവങ്ങൾ കേട്ടവരാണ്. അതുകൊണ്ട് ഞാനതൊന്നും പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ബദർ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ശത്രുപക്ഷത്തു നിന്ന് ചൂണ്ട് ഒരുപാട് ആളുകൾ തിരിച്ചുപോയി. അഹ്നസ് ബിൻ ഷുറൈഖ് അദ്ദേഹം തിരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി യുദ്ധത്തിലില്ല. എന്തിനാണ് നമ്മൾ യുദ്ധത്തിന് പോകുന്നത്? അഹ്നസ് ബിൻ ഷുറൈഖ് അബൂജഹലിനെ ഒഴിഞ്ഞു വിളിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്കറിയില്ലേ മുഹമ്മദ് സത്യാണെന്ന്? അറിയാം, പിന്നെ എന്തിനാണ് യുദ്ധത്തിന് പോകുന്നത്? നമ്മൾ അഭിമാന പ്രശ്നമാണ്. അഹ്നസ് പറഞ്ഞു, അഭിമാനം പോയിക്കോട്ടെ, ജീവൻ നഷ്ടപ്പെടണ്ടല്ലോ, ഞാൻ തിരിച്ചു പോകുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടുതൽ ആളുകളെ കൂട്ടി തിരിച്ചുപോയി. ഒട്ടേറെ ആളുകൾ യുദ്ധത്തിന്റെ വഴിയിൽ വെച്ചുകൊണ്ട് തിരിച്ചുപോയി. പക്ഷേ ധിക്കാരികളായ, അഹങ്കാരികളായ, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അഹങ്കാരത്തിന്റെ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമായിരുന്നു അവർ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടത്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്, വലാ തകൂനൂ കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബതറൻ വരിആ അന്നാസ് വയസുദ്ദൂന അൻ സബീലില്ലാഹ് വല്ലാഹു ബിമാ യഅമലൂന മുഹീത്. അവർ പുറപ്പെടാനുള്ള കാരണം പറഞ്ഞത് ഖുർആൻ പറഞ്ഞെന്താ? അവരുടെ അഹങ്കാരമാണ്, അവരുടെ ധിക്കാരമാണ്. ഏത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും അഹങ്കാരത്തോടുകൂടെ, ധിക്കാരത്തോടെ പുറപ്പെട്ടാൽ അതിൽ വിജയമുണ്ടാവില്ല. എപ്പോൾ എവിടേക്ക് പോകുമ്പോഴും വിനയാനിതനായി എത്രത്തോളം തായാൻ കഴിയുമോ, ഒരു അടിമയുടെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇബാദുർ റഹ്മാന്റെ അടയാളമാണ് യംശൂന അലൽ അർളി ഹൗന. മഹാനായ കാളമ്പാടി ഉസ്താദ് നമുക്കെപ്പോഴും ഓർക്കാൻ കഴിയുന്നതാണ്. അവിടുത്തെയുടെയൊക്കെ നടത്തങ്ങൾ എത്ര വിനയാനിതമാണ്, എത്ര വിനയാനിതനാണ്. അള്ളാഹു നമുക്ക് അവരോടുകൂടെ സ്വർഗത്തെ കടക്കാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ശത്രുക്കളെ പ്രേരിപ്പിച്ചത് അഹങ്കാരമായിരുന്നു, ധിക്കാരമായിരുന്നു. ആ ധിക്കാരത്തിന്റെ കാരണം കൊണ്ട് തന്നെ പല ആളുകളും അതിൽ നിന്ന് മടങ്ങിപ്പോയി. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും സന്തോഷത്തോടുകൂടെ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു. അവർ യുദ്ധത്തിൽ വിജയം കൈവരിക്കാൻ സാധിച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാർത്ഥമായ ദുആ ചരിത്രത്തിൽ കാണാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിബ്ലയിലേക്ക് മുന്നിട്ടു. സുമ്മ മദ്ദ യദൈഹി വജഅല യഅതിഫു ബിറബ്ബിഹി അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി അല്ലാഹുമ്മ ആതിനി മാ വഅദ്തനി അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസ്വാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദു ഫിൽ അർളി വമാ സാല യഅതിഫു ബിറബ്ബിഹി. നബി തങ്ങൾ രണ്ട് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, റബ്ബേ, എനിക്ക് നീ കരാർ ചെയ്തത്, എനിക്ക് നീ വാഗ്ദാനം ചെയ്തത്, നീ എനിക്കത് ഉടൻ തന്നെ എളുപ്പമാക്കി തരണം. ഈ ചെറു സംഘം ഇവിടെ വെച്ചുകൊണ്ട് നശിച്ചു കഴിഞ്ഞാൽ ഇനി നിന്നെ ആരാധിക്കാൻ ഭൂലോകത്ത് ആരുമുണ്ടാകില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്ത ചരിത്രമൊക്കെ ചരിത്രത്തിന്റെ രേഖകൾ, താരീഖിന്റെ കിതാബുകൾ കാണാം. അപ്പോഴാണല്ലോ അല്ലാഹു തആല മലക്കളെ വിട്ടുകൊണ്ട് സഹായിക്കുന്നതും മഴയില്ലാതെ വെള്ളമില്ലാതെ കെട്ടപ്പെട്ട സമയത്ത് മഴ പെയ്യിപ്പിച്ചുകൊണ്ട് സഹായിക്കുകയാണ്. ബദറിൽ നല്ലൊരു മഴ കിട്ടി, സഹാബത്തിന് ഇത് ഗുണം ചെയ്തു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയുടെ പ്രത്യേകതയായിരുന്നു. ചരിത്രത്തിൽ കാണാൻ ലമ്മാക്കാന യൗമ ബദർ അല്ലാഹു പറയാണ്, യുദ്ധം തുടങ്ങിയപ്പോ ഖാതൽതു ശൈഅൻ മിൻ ഖിതാൽ, ഞാൻ ചില യുദ്ധമൊക്കെ കഴിഞ്ഞു, ഞാൻ തിരിച്ചു വന്നു മുത്തുനബി ഒന്ന് കാണാൻ. സുമ്മ ജിഇതു മുസ്രിഅൻ ലിഅൻദറ മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി എന്ത് ചെയ്യുന്നു നോക്കാൻ വേണ്ടി ഞാൻ ചെന്നു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടക്കുകയാണ്. ഫൈദൻ ഹുവ സാജിദുൻ യഖൂലു യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം ലാ യസീദു അലൈഹിമാ. മുത്തുനബി ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. തഫ്സീർ റാസിയിലൊക്കെ കാണാം. ഈ ദിക്റിന്റെ മഹത്വമാണ് ബദറിൽ വിജയം വരിക്കാനുള്ള ഒരു പ്രധാന ഘടകം. എപ്പോഴും ചെല്ലേണ്ട ഒരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. വലിയ നല്ലൊരു ദിക്റാണ്. ചില തരീക്കത്തിലൊക്കെ പ്രധാന ദിക്ർ തന്നെയാണ് യാ ഹയ്യു യാ ഖയ്യൂം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ദിക്റുകളെ കൊണ്ട് ഇത്തരത്തിലുള്ള നല്ല ദിക്റുകളൊക്കെ ചൊല്ലി ജീവിതം ധന്യമാക്കാൻ അള്ളാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട ക്ലാസ് റൂമിലെ വിദേശ രാജ്യത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കൊണ്ടെത്താനുള്ളത്, പ്രയാസഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഈ ദിക്റുകൾ അധികരിപ്പിക്കുക. പ്രയാസം ഉണ്ടാകും മാത്രമല്ല, എപ്പോഴും ഇതൊക്കെ ചൊല്ലുക. യാ ഹയ്യു യാ ഖയ്യൂം ദിക്റുകൾ അത് ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യും.
വലിയ പ്രയാസഘട്ടങ്ങളിലൊക്കെ രക്ഷപ്പെടുത്താൻ ദിക്റുകൾ നമ്മെ സഹായിക്കും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സൽമാൻ റളിയല്ലാഹു അൻഹു ടൈഗ്രീസ് നദി വിട്ടുകിടക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അവർക്ക് ആത്മീയമായ ധൈര്യം നൽകിയ ദിക്റുകളെ കൊണ്ടാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ബദറിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുമാണ് ദിക്റുകൾ. ദിക്റുകൾ ജീവിതത്തിൽ പതിവാക്കുക. പരമാവധി ദിക്റുകൾ ചെല്ലുമ്പോൾ ജീവിതത്തിന്റെ മേഖലകളിലും അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ ഗുണം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ വിജയിക്കുന്നത് വരെ ഈ ദിക്ർ ആവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാണ്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ബദറിൽ വിജയത്തിന്റെ പ്രധാന ഘടകമായിരുന്നു. ഇനി ബദറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ബദറിൽ ഒരുപാട് രസകരമായ സംഭവങ്ങളും പഠനാർഹമായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബദറിലെ മറ്റൊരു സംഭവമാണ് ചരിത്രം രേഖപ്പെടുത്തുന്നു, മഹാനായ സവാദ് റളിയല്ലാഹുവിന്റെ സംഭവം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് വേണ്ടി സഫുകൾ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സഫുകൾ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വരിയിലിങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വയറൊന്ന് തള്ളി നിൽക്കുന്ന കണ്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇസ്തവിയ സവാദ്, സവാദ് ഒന്ന് നേരായി നിൽക്കണമെന്ന് പറഞ്ഞ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാദ് റളിയല്ലാഹുവിന്റെ വയറ്റത്തേക്ക് വടി കൊണ്ട് ചെറിയൊരു അടി കൊടുത്തു. ഇത് കൊടുത്തപ്പോൾ മഹാനായ സവാദ് റളിയല്ലാഹുവിന് ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിച്ചതുപോലെ അഭിനയിച്ചു. സവാദ് റളിയല്ലാഹു പറഞ്ഞു, വഖദ് ബഅസക്കല്ലാഹ് ബിൽ ഹഖ് വൽ അദ്ൽ. നബിയെ, അങ്ങയെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് ഹക്ക് കൊണ്ടും നീതി കൊണ്ടുമാണ്. ഖദ് ഔജഅതനി യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങനെ വേദനിപ്പിച്ചിരിക്കുന്നു, അങ്ങനെ പ്രയാസപ്പെടുത്തിയിരിക്കുന്നു. യാ റസൂലല്ലാഹ്, അങ്ങനെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയോട് എനിക്ക് പ്രതികാര നടപടിയെടുക്കണം, അങ്ങയെ തിരിച്ചും എനിക്ക് അടിക്കണം നബിയെ. ഇതിട്ട് സഹാബത്തുക്കുള്ള പ്രയാസത്തിലായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സവാദ് പ്രതികാരമെടുക്കുകയോ? സഹാബത്ത് പറഞ്ഞു, സവാദെ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതികാരമെടുക്കുന്നതിന് പകരം ഞങ്ങളെടുത്തുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കലും പ്രതികാരമെടുക്കരുത്. സവാദ് പറഞ്ഞു, അതില്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ട് തന്നെയാണ് അടിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സവാദെ പേടിക്കണ്ട, നീ എന്നെ പ്രതികരിച്ചു കൊള്ളുക. സവാദ് പറഞ്ഞു, നബിയെ, അങ്ങനെ അടിക്കുമ്പോൾ എന്റെ ശരീരത്തിൽ വസ്ത്രമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അങ്ങയുടെ ശരീരത്തിന് വസ്ത്രമുണ്ടാകാൻ പാടില്ല. ഫകശഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബത്നി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വയറ്റിൽ നിന്ന് ആ വസ്ത്രം പൊന്തിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സവാദ് ഇസ്തഖ്ദിയ സവാദ്, സവാദെ, നീ പ്രതികാര നടപടി എടുത്തുകൊള്ളുക. സവാദ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് നിന്നു. സഹാബത്ത് ആശങ്കയോടുകൂടെ, എന്താണ് ഈ കാണുന്നത്? മുത്തുനബിയെ തന്റെ അനുയായ വയറ്റത്തെ കടിക്കുകയോ? ആ രംഗം ചിന്തിക്കാൻ കഴിയാതെ ആശങ്കയോടുകൂടെ സഹാബത്ത് നോക്കി നിൽക്കുമ്പോൾ സവാദ് ഒന്നുകൂടി അടുത്തേക്ക് നിന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് നിന്ന് തന്റെ കയ്യിലുള്ള വടി ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു. ഫഅതനകഹു വഖബ്ബല ബത്നഹു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലിംഗനം ചെയ്യുന്നു. പുണ്യനബിയുടെ പരിശുദ്ധമായ ആ ശരീരത്തിലേക്ക്, തിരുശരീരത്തിലേക്ക് തുരുതുരാ ചുംബിക്കുകയാണ്. വയറ്റത്ത് ചുംബിച്ചു. പ്രവാചകൻ ചോദിച്ചു, മാ ഹമലക അലാ ഹാദാ യാ സവാദ്, സവാദെ, നിന്നെതിരെ പ്രേരിപ്പിച്ചത് എന്താണ് സവാദ്? സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹളറ മാ തറാ ഫറത്തു യകൂന ആഖിറുൽ ലഹദി ബിക അൻ യമസ്സ ജൽദി ജൽദക യാ റസൂലല്ലാഹ്. നബിയെ, യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ പോവുകയാണ്, യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ പോവുകയാണ്. അങ്ങ് കാണുന്നുണ്ടല്ലോ, ഞാൻ ആഗ്രഹിക്കുന്ന നബിയെ, എന്റെ അവസാനത്തെ ഘട്ടം എന്റെ ശരീരം അങ്ങയുടെ ശരീരത്തിൽ, എന്റെ ശരീരത്തിന്റെ പുറംഭാഗങ്ങൾ അങ്ങയുടെ ശരീരത്തിന്റെ പുറംഭാഗങ്ങളൊന്ന് സ്പർശിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ മനസ്സിന്റെ ആഗ്രഹമാണ് നബിയെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വേല ഒപ്പിച്ചത്. ഇത് കേട്ടപ്പോൾ ഫദഅലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൈർ. നോക്കൂ നിങ്ങൾ, സഹാബാ കിറാം അവസാന ഘട്ടത്തിൽ പോലും കൊതിച്ചു പോയത് മുത്തുനബിയിൽ നിന്ന് അദൃശ്യമായ ഗുണം കിട്ടലാണ്, ബർക്കത്തെടുക്കലാണ്. ബർക്കത്തൊക്കെ ഷിർക്കാണെന്ന് പറയുമ്പോൾ സഹാബത്ത് അവസാന സമയത്ത് പോലും ഷിർക്കിന് ആഗ്രഹിച്ചെന്ന് പറയേണ്ടി വരില്ലേ? മഹാദല്ലാഹ്, അള്ളാഹു അത്തരക്കാരായ ആളുകളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവെ, അങ്ങനെയുള്ള അവസ്ഥകളെ തൊട്ടൊക്കെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, സഹാബത്തൊക്കെ താല്പര്യത്തോടുകൂടെയാണ് യുദ്ധത്തിന് പോയത്. എന്തായിരുന്നു ഇവിടെ ആവേശമൊക്കെ? എന്തായിരുന്നു ആവേശം?
ചരിത്രത്തിൽ കാണാം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് പ്രേരിപ്പിച്ച സമയം, യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ പോകുന്ന സമയം, യുദ്ധം നടക്കാനിരിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തെ ഇങ്ങനെ ആവേശം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലാ യുഖാതിലുഹുൽ യൗമ റജുലുൻ ഫയഖ്തുലു സാബിറൻ മുഹ്തസിബ മുഖ്ബിലൻ ഗൈറ മുദ്ബിരിൻ ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന് ദിവസം ആര് ക്ഷമിക്കുന്നവനായും പ്രതിഫലം ആഗ്രഹിക്കുന്നവനായും പിന്തിരിയാതെ മുന്നോട്ട് ഗമിക്കുന്നവനുമായി ഇന്ന് ശത്രുക്കളുമായി പോരടിച്ച് വധിക്കപ്പെടുന്നുണ്ടോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇന്ന് ആരൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്തോ അവർ സ്വർഗത്തിൽ തന്നെയാണ്. ഈ ആവേശം കൊണ്ടുകൊണ്ട് മഹാനായ സയ്യിദുന ഉമൈർ ബിൻ ഹിമാം റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്ക് കേട്ടപ്പോൾ ഉമൈർ ഹിമാം റളിയല്ലാഹു അൻഹു അദ്ദേഹം ചാടി, അദ്ദേഹത്തിന്റെ കയ്യിൽ ലഫീ യദിഹി തമറാത്തിൻ യക്ലുഹുന്ന, അദ്ദേഹം കാരക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചാടി എണീറ്റുകൊണ്ട് ബഖിൻ ബഖിൻ യാ റസൂലല്ലാഹ് ഫമാ ബൈനി വബൈന അൻ അദ്ഖുലൽ ജന്ന ഇല്ലാ അൻ യഖ്തറനി ഹൗലാ ثم قذف التمرات من يده واخذ سيفه فقاتل القوم حتى قتل. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു രംഗമായിരുന്നത്. പ്രവാചകൻ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ബദർ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട വലിയൊരു ചിന്തയായിരിക്കണമെന്ന്. സ്വർഗത്തിനെ കുറിച്ച് പറയുമ്പോൾ സഹാബത്തിന്റെ ആവേശം എത്രയാണ്, സഹാബത്തിന്റെ ആഗ്രഹം എത്രയാണ്, സഹാബത്തിന്റെ താല്പര്യം എത്രയാണ്. വായൽ കാരക്ക ചമച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു വായിൽ കിടക്കുന്ന കാരക്കയെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ബഖിൻ ബഖിൻ ബേഷ് ബേഷ് ഫമാ ബൈനി വബൈന അൻ അദ്ഖുലൽ ജന്ന ഇല്ലാ അൻ യഖ്തുറനി ഹൗലാ. എനിക്കിനി സ്വർഗത്തിൽ കടക്കാൻ ഒരേ ഒരു തടസ്സം മാത്രമേ ഉള്ളൂ, ഇവർ നിന്നെ വധിച്ചെങ്കിൽ, എന്നെ ഷഹീദാക്കിയെങ്കിൽ. ഉമർ റളിയല്ലാഹു അൻഹു കൊതിക്കുന്നു. ആ കാരക്ക തിന്തീർക്കാൻ പോലും കാത്തിരിക്കുന്നതിന് അദ്ദേഹം പറഞ്ഞു, ഈ കാരക്ക കടിക്കുന്ന സമയം പോലും ദീർഘിക്കാൻ, അത്ര സമയം പോലും കാത്തിരിക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. വായുള്ള കാരക്ക കൈകൊണ്ട് വാരിയെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു രണാങ്കണത്തിലേക്ക് എടുത്തു ചാടുകയാണ്. അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന എന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആത്മസമർപ്പണമാണത്. ഇത് കേവലം ഒരു ആവേശമല്ല, ഇത് കേവലം ഒരു ശത്രുക്കളോടുള്ള വിദ്വേഷം തീർക്കലല്ല, മറിച്ച് ആവേശത്തിന്റെ ഇതിനപ്പുറം ആത്മസമർപ്പണത്തിന്റെ ഏറ്റവും വലിയ തെളിവാണത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രം രേഖപ്പെടുത്തുന്നു, യുദ്ധത്തിലേക്ക് ചാടി അദ്ദേഹം ഷഹീദായുകയാണ്. ഇങ്ങനെ എത്ര ആളുകൾ, ഹാരിസ് ഇബ്നു സുറാഖ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിലില്ലേ, ഹാരിസ് റളിയല്ലാഹു അൻഹു. ഹാരിസ് റളിയല്ലാഹു അൻഹു ചരിത്രം പറയുന്നു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധത്തിന് പോയൊരു സഹാബിയാണ്. ഒരു യുദ്ധ ദിവസം നേരം വെളുത്തപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാരിസിന്റെ അടുക്കൽ ചെന്നു, ചോദിച്ചു, കൈഫ അസ്ബഹത യാ ഹാരിസ, ഹാരിസ എന്നെങ്ങനെയാണ് നേരം വെളുത്തത്? ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ അസ്ബഹ്തു മുഅ്മിനൻ ഹഖാ, ഞാൻ യഥാർത്ഥ മുഅ്മിനായിട്ടാണ് നേരം വെളുത്തത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഹാരിസ ഉൻദുർ മാ തഖൂൽ ഫഇന്ന ലികുല്ലി ഹഖിൻ ഹഖീഖത ഈമാനിക്. ഹാരിസ, നീ എന്താണ് ഈ പറയുന്നത്? ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറയുന്നത് നല്ല ആലോചിച്ചുകൊണ്ടാണ് നബിയെ. പ്രവാചകരെ, അസഫ്തു നഫ്സി അലിദ്ദുന്യ വസ്ഹറത്തു ലൈലി വൾമഅ്തു നഹാരി വകഅന്നി അൻദുറു ഇലാ അർശി റബ്ബി ബാരിസാ വകഅന്നി അൻദുറു അഹ്ലിൽ ജന്ന കൈഫ യതസാവറൂന ഫീഹാ വകഅന്നി അൻദുറു ഇലാ അഹ്ലിൻ നാരി കൈഫ യതആദൂന ഫീഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ഹാരിസ് പറയാണ്, പ്രവാചകരെ, ദുന്യാവിനോട് എന്റെ മനസ്സുമെടുത്തു, എന്റെ രാവിലെ ഞാൻ നിദ്രാഹീനമാക്കി, പകലിനെ ദാഹൃത്തമാക്കി, അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ ഞാൻ പ്രത്യക്ഷനായതുപോലെ. എന്തൊരു വാക്കാണത്! പ്രവാചകനെ, അന്നീ അൻദുറു അർശി റബ്ബി ബാരിസാ, അർശിൽ ഞാൻ പ്രത്യക്ഷനായതുപോലെ, അർശിൽ അങ്ങയുടെ അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ ഞാൻ പ്രത്യക്ഷനായതുപോലെ.
മാത്രമല്ല വകഅന്നീ അൻദുറു ഇലാ അഹ്ലിൽ ജന്ന, ഞാൻ സ്വർഗവാസികൾ അന്യോന്യം സന്ദർശിക്കുന്നത് ഞാൻ കാണുന്നത് പോലെ. ഹാരിസ് റളിയല്ലാഹു പറയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കുന്നു. കഅന്നീ അൻദുറു ഇലാ അഹ്ലിൽ ജന്ന കൈഫ യതസാവറൂന ഫീഹാ, സ്വർഗത്തിന്റെ അഹ്ലുകാർ എങ്ങനെയാണ് പരസ്പരം സന്ദർശിക്കുന്നത് ഞാൻ കാണുന്നത് പോലെയുണ്ട്. കഅന്നീ അൻദുറു ഇലാ അഹ്ലിൻ നാരി കൈഫ യതആദൗന ഫീഹാ, നരകവാസികൾ അവിടെ നിലവിളിക്കുന്നു ഞാൻ നോക്കിക്കാണുന്നത് പോലെ. നരകത്തിലെ ആളുകൾ പരസ്പരം നിലവിളിക്കുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിന്റെ ആളുകൾ പരസ്പരം സന്ദർശിക്കുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. കന്നീ അൻദുറു ഇലാ അർശി റബ്ബീ ബാരിസാ, എന്റെ റബ്ബിന്റെ അർശിലേക്ക് ഞാൻ പ്രത്യക്ഷനായതുപോലെയുണ്ട്. ഇന്ന് വല്ലാത്ത നേരം വിളിക്കലാണ് എന്റെ നേരം വിളിക്കൽ. മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാരിസയോട് പറഞ്ഞു, അബ്സർത ഹാരിസ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൃദയത്തിൽ നീ കണ്ടിരിക്കുന്നു ഹാരിസ, ഹൃദയത്തിൽ അള്ളാഹുവിന്റെ വിശ്വാസം നിനക്ക് ശരിയായി രൂഢമൂലമായ അവസ്ഥയാണ് ഹാരിസ. ഇന്ന് നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തമാണ് ഹാരിസ. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു നിന്റെ മനസ്സ് പ്രകാശിപ്പിച്ച അടിമയായി നീ മാറിയിരിക്കുന്നു ഹാരിസ. വല്ലാത്തൊരു സമയമാണത്, ഈമാൻ ഉറപ്പിച്ച സമയം, ഹഖീഖത്ത് ലഭിച്ച സമയം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് ഹഖീഖത്തുകൾ നൽകി ഈമാൻ പ്രകാശപൂരിതമാക്കാൻ അള്ളാഹുവെ സാധുക്കൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, ഭാഗ്യം നൽകണേ അല്ലാഹ്, ഭാഗ്യം നൽകണേ അല്ലാഹ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കിട്ടി. ഹാരിസ് റളിയല്ലാഹു യുദ്ധത്തിന് പോയി. ഹാരിസ് റളിയല്ലാഹു ഷഹീദായി ചരിത്രം രേഖപ്പെടുത്തുന്നു. ഫകാന അവ്വല ഫാരിസ് ഫഅവ്വല ഫാരിസിൻ ഇസ്തുഷ്ഹിദ, മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഷഹീദായി. ഈ ഷഹീദായ വിവരം കേട്ടപ്പോഴാണ് ഫജാഅത്ത് ഉമ്മുഹു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയത പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്. വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അഖ്ബിർനി അൻ ഇബ്നി ഹാരിസ, പ്രവാചകരെ എന്റെ മകൻ ഹാരിസയുടെ അവസ്ഥ എന്താണ്? ഐനഹുവാവൻ എവിടെയാണ്? എന്തൊരു ചോദ്യമാണത്. മകൻ ഷഹീദായെന്ന് കേൾക്കുമ്പോൾ ഉമ്മയുടെ അവസ്ഥ. ഉമ്മ ചോദിക്കുന്നു, മകൻ എവിടെയാണ്? യകുൻ ഫിൽ ജന്നതി ലം അബ്കി വലം അഹ്സൻ, എന്റെ മകൻ സ്വർഗത്തിലാണോ? ഇനി ഒരിക്കലും എനിക്ക് വേദനയില്ല, ദുഃഖമില്ല, ഞാൻ കരയില്ല. വയകുൻ ഫിന്നാർ ബഖൈതു മാ ഇഷ്തു ഫിദ് ദുനിയാ, മറിച്ചെന്റെ മകനെങ്ങാനും നരകത്തിലാണെങ്കിൽ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തോളം എന്റെ ദുഃഖം തീരില്ല, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഉമ്മ, എന്റെ ശബ്ദം ക്ലാസ് റൂമിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയട്ടെ, ഒരു ഉമ്മയുടെ യഥാർത്ഥ ഉമ്മയുടെ മനസ്സാണ്, ഈമാനുള്ളൊരു ഉമ്മയുടെ മനസ്സാണത് പ്രകടമായത്. തന്റെ മകൻ യുദ്ധത്തിൽ ഷഹീദായെന്ന് കേൾക്കുമ്പോൾ ഷഹീദായ മോനെ കാണാനല്ല ഉമ്മ കൊതിക്കുന്നത്. ഉമ്മ പറയുന്നത്, എന്റെ മകൻ സ്വർഗത്തിലാണോ? എങ്കിൽ എനിക്ക് ദുഃഖമില്ല, എനിക്ക് പ്രയാസമില്ല, എനിക്ക് യാതൊരു വിഷമവുമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ മകൻ സ്വർഗത്തിലായി കിട്ടണം. അതല്ല ഈ യുദ്ധത്തിൽ വെച്ച് മരണപ്പെട്ടിട്ടും എന്റെ മകൻ നരകത്തിലാണെങ്കിൽ എന്റെ മനസ്സിന്റെ എക്കാലത്തെയും ദുഃഖമായിരിക്കുന്നത്, എക്കാലത്തെയും പ്രയാസമായിരിക്കും. എന്റെ കണ്ണീരുകൾക്ക് അവസാനമുണ്ടാവില്ല. ആ ഉമ്മ കരഞ്ഞു പറയുകയാണ്. ഇത് കേട്ടപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയോട് പറഞ്ഞ, ഉമ്മ ഹാരിസ ഇന്നഹാ ലൈസത്ത് ബിജന്ന വലാകിന്നഹാ ജിനാൻ, ഉമ്മ നിങ്ങളുടെ മകൻ ഒരു സ്വർഗത്തിലല്ല, ഒട്ടേറെ സ്വർഗങ്ങളിലാണ്, അവനക്ക് സ്വർഗങ്ങളാണ്. നിങ്ങളുടെ മകൻ ഹാരിസ ഫിൽ ഫിർദൗസിൽ അല, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയിലാണ്. പേടിക്കണ്ടമ്മ, പേടിക്കണ്ട. ഇത് കേട്ടപ്പോൾ ആ ഉമ്മ ഫൻസറഫത്ത്, ഉമ്മ തിരിഞ്ഞു പോവുകയാണ്. വഹിയ തൽഹഖു, മഹദിറുകളിങ്ങനെ ചിരിക്കുന്നുണ്ട്, ആനന്ദത്താൽ ആഹ്ലാദത്താൽ തുള്ളിച്ചാടുന്നു. വതഖൂലു ബഖിൻ ബഖിൻ ലക യാ ഹാരിസ, വഫാത്തായിപ്പോയ മോനെ വിളിച്ചുകൊണ്ടുവരുന്ന, മോനെ നിനക്കാണ് ആനന്ദമായ ആനന്ദമൊക്കെ, നിനക്കാണ് സന്തോഷമൊക്കെ, നിനക്കാണ് ആഹ്ലാദമൊക്കെ, നീ എന്തിന് പേടിക്കണം മോനെ? നിനക്ക് സന്തോഷിക്കാം, നിനക്ക് ആഹ്ലാദിക്കാം, നിനക്ക് സന്തോഷിക്കാൻ എല്ലാ വഴികളുമുണ്ട്, നീ സ്വർഗത്തിലാണല്ലോ എന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട ഉമ്മ സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ,
ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഓർക്കേണ്ടത് സ്വർഗം കേൾക്കുമ്പോൾ അവരുടെ മനസ്സങ്ങനെയാണ്. ഈ ഒരു മാസത്തിൽ ബദരീങ്ങളെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും കടന്നു വരേണ്ടത് സ്വർഗമായിരിക്കണം, സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയായിരിക്കണം. ഈ മാസത്തിൽ അധികരിപ്പിക്കേണ്ട ദുആകളുടെ കൂട്ടത്തിൽ പ്രധാനമെന്നാണല്ലോ അസ്അലുക്കൽ ജന്ന. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഉമൈർ റളിയല്ലാഹു അൻഹു, ഉബൈദ റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബികളൊക്കെ, ഹംസ റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബികളൊക്കെ രക്തസാക്ഷികളായി ആ പ്രതിഫലവുമായി സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾക്കെന്താണ് പറയാനുണ്ടാകുക? നമ്മളെ കയ്യിൽ എന്തുണ്ടാകും? അവർക്കൊക്കെ പറയാനുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു ചാടുമ്പോൾ, ആ യുദ്ധത്തിലേക്ക് എടുത്ത് ചാടുമ്പോൾ മഹാനുകൾ പറഞ്ഞില്ലേ, റഖ്ലൻ ഇലല്ലാഹി ബിഗൈരി സാദി ഇല്ലത്തുക വഅമൽ മആദി വസ്സബ്രി ഫില്ലാഹി അലൽ ജിഹാദി വകുല്ലു സാദിൻ ഉർലത്തുൻ നാഫാദി ഗൈരി തുക വൽ ബിദ്ദി വറശാദി. മഹാനുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തഖ്വയും ബിർറുമായി കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ, ഞങ്ങൾക്ക് നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ശരീരത്തെ നിന്നെക്കൊണ്ട് സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൽ എന്തുണ്ടാകും? അതുകൊണ്ട് ഈ മാസത്തിൽ സ്വർഗം ഏറെ ചോദിക്കുക, അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗം വാങ്ങാൻ, അവകാശപ്പെടാൻ നമുക്കൊന്നുമില്ല, നമ്മുടെ കയ്യിലൊന്നുമില്ല. അല്ലാഹുവിന്റെ മഹ്ള ഫദ്ൽ കൊണ്ട് സ്വർഗം കിട്ടണം. ആയിരക്കണക്കിന് ആളുകളെ അല്ലാഹുത്തആല തന്റെ മഹ്ള ഫദ്ൽ കൊണ്ട് നരകത്തിന് മോചിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അതിൽ പെടാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക, അല്ലാഹുവിനോട് സദാസമയം ദുആ ചെയ്യുക. ജീവിതത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അധികരിപ്പിക്കേണ്ട 4 ദിക്റുകൾ. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റൊന്ന് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ്. മഗ്ഫിറത്തിന്റെ 10 നമ്മോട് വിട പറയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങൾ വന്നുപോയ പാപങ്ങളൊക്കെ പുറത്തു കിട്ടാനും വേണ്ടി മനസ്സുരുക്കി അല്ലാഹുവിനോട് പറയുക, അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുക. അല്ലാഹുവേ, ഉമൈർ റളിയല്ലാഹു അൻഹു വായിൽ കിടക്കുന്ന കാരക്ക് പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് യുദ്ധത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അവരൊക്കെ അവരുടെ പരിശുദ്ധമായ സ്വർഗത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും ചെയ്യാത്തവരാണ്. തറാവിഹ് പോലും മടങ്ങാതെ നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും മുടങ്ങിപ്പോയിട്ടുണ്ട്. റമദാനിലെ പല നോമ്പുകളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നോമ്പ് നോച്ചിട്ടും അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട്. ഞാൻ പാപിയാണ്, ഞാൻ ദോഷിയാണ്. അള്ളാഹുവിനോട് മനസ്സുരുക്കി പറയുക, അള്ളാഹു പുറത്തു തരും, അള്ളാഹു പുറത്തു തരും, സംശയമില്ല. അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുക. അസ്അലുക്കൽ ജന്ന, അസ്അലുക്കൽ ജന്ന. അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുക, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക. കണ്ടില്ലേ മഹത്തുക്കളൊക്കെ ജീവിതം എന്തായിരുന്നു? ശുദ്ധ റമദാനിൽ സയ്യിദുനാ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു 60 ഖത്തമാണ് തീർത്തിരുന്നത്. അന്നഹു ഖത്തമൽ ഖുർആൻ ഫീ റമദാന 60 മറ. റമദാനിൽ 60 ഖത്തമാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നിർവഹിച്ചത്. സുബ്ഹാനല്ലാഹ്, 60 ഖത്തം തീർക്കണമെങ്കിൽ ഒരു ദിവസത്തിൽ 2 ഖത്തം ഓതണം. സുബ്ഹാനല്ലാഹ്, നമുക്ക് റമദാനിൽ 30 ദിവസം കൊണ്ട് 2 ഖത്തം തീർക്കാൻ കഴിയാത്ത പാപികളാണ് എന്നെപ്പോലെയുള്ള ദോഷികളായ ആളുകൾ. അല്ലാഹുവേ, ഈ സാധുക്കൾക്ക് നീ പൊറുക്കണം. എന്നിട്ട് പോലും ഷാഫി ഇമാം കരയുകയാണ്, എന്റെ റബ്ബിനെ ഞാൻ എങ്ങനെയാണ് കണ്ടുമുട്ടുക? എന്റെ റബ്ബിനോട് ഞാൻ എന്താണ് പറയുക? എന്റെ ജീവിതത്തിൽ ഇന്നലകൾ കിടഞ്ഞുപോയ പാവമായിട്ടല്ലേ എന്റെ റബ്ബിനെ ഞാൻ സമീപിക്കേണ്ടി വരിക എന്നാലോചിച്ചുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ എന്താണ്? അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവെ, പരിശുദ്ധരായ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട്, ബദരീങ്ങളെ മഹത്വം കൊണ്ട് ഞങ്ങളൊക്കെ നിന്റെ സ്വാലിഹ്യങ്ങൾ പെടുത്തണേ റഹ്മാനെ.